നമസ്തേ. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയതോടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് സൂചന. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച ബിൽ കൊണ്ടുവരും എന്നറിയുന്നു. അതിനിടെ ഖത്തറും ഒമാനും ചേർന്ന് നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇറാൻ തള്ളിയിരിക്കുന്നു. താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ലെന്നും ആക്രമണം തുടരുമെന്നുമാണ് ഇറാൻ്റെ നിലപാട്. വൻതോതിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിൻ്റെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യാൻ ആരംഭിച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 406 മരണങ്ങൾ സംഭവിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെപ്പോലെ സാധാരണക്കാരെ ലക്ഷ്യം വച്ചിട്ടല്ല ആക്രമണം എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയെ വധിക്കാനുള്ള ഇസ്രയേൽ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു സർവനാശത്തിലേക്കോ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകരായ ഒ അബ്ദുള്ള, രാജൻ ജോസഫ്, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ഡോക്ടർ മോഹൻ വർഗീസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇരു രാജ്യങ്ങളും ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്ങനെ പോകും ഈ സംഘർഷം? ഇപ്പോൾ തന്നെ യുദ്ധസമാനമായി മാറിയിരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിൽ, യുദ്ധസമാനമായ സാഹചര്യം എന്നതിനേക്കാൾ ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ നീക്കം. കാരണം ഒരു രീതിയിലും ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പിൻവാങ്ങൽ ലക്ഷണമൊന്നും ഇതുവരെ കാണുന്നില്ല എന്നതാണ് സത്യം. രണ്ട് രാജ്യങ്ങളുടെയും പ്രയോറിറ്റീസ്, ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുന്തിയത് ദേശീയ സുരക്ഷ തന്നെയാണ്. അതൊരു പക്ഷേ ഇസ്രയേലിൻ്റെ ദേശീയ സുരക്ഷാ പാരഡൈം ഒരുപക്ഷെ വളരെ ഉയരത്തിൽ നിൽക്കുകയാണ്. കാരണം ഇറാനിൽ നിന്ന് വരുന്ന ഒരു ആണവ ഭീഷണി ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് ഇസ്രയേൽ കരുതുമ്പോൾ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡെത്ത് ടു ഇസ്രയേൽ എന്ന ഇറാൻ്റെ ഒരു ചാൻറ്റിങ് മുദ്രാവാക്യം. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗമായി ആണവ ആയുധ നിർമ്മാണത്തെ കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കേട്ടതുപോലെ NPTയിൽ നിന്നും ഇറാൻ ഏകപക്ഷീയമായി പിൻവാങ്ങാനായി ഒരുങ്ങുന്നു. ഏതാണ്ട് പിൻവാങ്ങിയ ലക്ഷണം തന്നെ ആയിരുന്നു ഇപ്പോൾ തന്നെ. കാരണം ആണവോർജ ഏജൻസിയുടെ IAEA, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഈ ഇൻസ്പെക്ഷൻ പൂർണ്ണമായ രീതിയിൽ ഇറാൻ അതിന് വഴങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് IAEAയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ഒരു ആക്രമണം, പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണം, ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ഉൾപ്പെടെ ആക്രമിക്കാനായി പ്രേരിപ്പിച്ചത് എന്ന് കരുതാം. കാരണം IAEA സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറാൻ സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഏതാണ്ട് പൂർണ്ണമായി 60% നിന്നും 90% യുറേനിയം സമ്പുഷ്ടീകരണ ഒരു കപ്പാസിറ്റി മാറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു 40 കിലോയോളം ആണവ ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട്. അത് മതിയാകും ഏതാനും ബോംബുകൾ, 10-12 ബോംബുകൾ ഉണ്ടാക്കാൻ അത് മതിയാകും. അവരുടെ ഭാഗത്തെ ഒരു ഡെലിവറി സിസ്റ്റം കൂടി ഉണ്ട്, അത് മിസൈലുകളാണ്. വലിയ തോതിലാണ് ഇറാൻ മിസൈൽ നിർമ്മാണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ ടെല്ലവീവിനും ജെറുസലേമിനും ഹൈഫൈക്കും നേരെ പാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രയേൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു സർവനാശമോ എന്നതാണ് ചോദ്യമെങ്കിൽ സർവനാശം തന്നെയാണ് ഒരുപക്ഷെ ഇറാനും ഇസ്രയേലും ആഗ്രഹിക്കുന്നത്. പരസ്പരം ഈവൻ ഔട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ആർക്കാണ് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉള്ളത്? ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും സെക്കൻഡ് ആൻഡ് തേർഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രയേലിനെയും ഇസ്രയേൽ ഇറാനെയും വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള ഒരു ബാല്യം അപ്പോഴും ഉണ്ടാകും, ആയുധശേഷി ഉണ്ടാകും, പ്രഹരശേഷിയും ഉണ്ടാകും. പക്ഷേ
ആണവായുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഏതാനും ആണവായുധങ്ങൾ കൊണ്ട് ഇസ്രയേൽ പൂർണ്ണമായി ഭൂമുഖത്ത് നിന്ന് തന്നെ മാറ്റപ്പെടും എന്ന പൂർണ്ണ ബോധ്യം ഇസ്രയേലിനുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റി കാര്യത്തിൽ അണുവിട പോലും ഒരു ലാക്സിറ്റി ഉണ്ടാകാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ഇറാനെ തകർക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇറാൻ അതിന് ബദലായി ഉപയോഗിക്കുന്ന ഏക മാർഗമെന്ന് പറയുന്നത് എല്ലാ പ്രോട്ടോക്കോളുകളിൽ നിന്നും മാറുക. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ ഒരു പക്ഷേ കണ്ടത്, എൻ്റെ ഒരു നിഗമനമാണ്, അമേരിക്കയും ഇറാനും യഥാർത്ഥത്തിൽ കാറ്റ് ആൻഡ് മൗസ്, പൂച്ചയും എലിയും കളിക്കുകയായിരുന്നു. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിൽ ഇറാനെ പ്രലോഭിപ്പിച്ച് ആണവ കരാറിലേക്ക് 2015 ഉണ്ടാവുകയും 2018 ട്രംപ് തന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്ത ആണവ കരാറിലേക്ക് ഒരിക്കൽ കൂടി ഇറാനെ എത്തിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും ഇസ്രയേലിന് മേൽ ഇറാൻ്റെ ആണവായുധങ്ങൾ പതിക്കില്ല എന്ന ഒരു പരിമിതമായ ചിന്ത, അതിൽ ഇസ്രയേലിനെ കോൺഫിഡൻസിൽ എടുക്കാതെ തന്നെ അമേരിക്ക മുന്നോട്ട് പോയി എന്ന പ്രതീതി അവിടെ ജനിക്കുന്നു. അത് കേവലം പ്രതീതി മാത്രമാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ച ചെയ്ത് ഒമാൻ്റെ മധ്യസ്ഥതയിൽ റോമിൽ വെച്ചും മസ്കറ്റിൽ വെച്ചുമെല്ലാം ചർച്ച ചെയ്ത് പരമാവധി സമയമെടുക്കുകയും ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈനൽ പുഷ് കൊടുത്തുകൊണ്ട് ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴാണ് ഇസ്രയേൽ അപകടം മണത്തതും പ്രീ എംപ്റ്റീവ് ആക്ഷനിലേക്ക് നീങ്ങിയതും. അതുകൊണ്ട് രണ്ട് വിഭാഗത്തിൻ്റെയും തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ്, സെക്യൂരിറ്റി പാരഡൈംസ് റിലേറ്റഡ് കൺസിഡറേഷൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കൂട്ടർക്കും ഇപ്പോൾ പിന്മാറാനാവാത്ത രീതിയിൽ ഇസ്രയേൽ പൂർണ്ണമായി കമ്മിറ്റഡായി. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ് എ കണ്ടിന്യൂവസ് പ്രോസസ് എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ടല്ലോ, പാകിസ്ഥാനോട് എടുത്തൊരു നിലപാടുണ്ടല്ലോ, നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കൽ മാത്രം നടക്കുന്ന ഓപ്പറേഷനല്ല, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പാകിസ്ഥാൻ ആയുധം താഴെ വെക്കുന്നത് വരെ, തീവ്രവാദികളെ ആയുധം അണിയിക്കുന്നത് അവസാനിക്കുന്നത് വരെ ഓപ്പറേഷൻ സിന്ധൂർ വിൽ കണ്ടിന്യൂ. ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാണ് ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് വരെ. അല്ലെങ്കിൽ ഇറാനിൽ ഒരു ഗവൺമെൻറ് ചേഞ്ച്, റെജീം ചേഞ്ച്, അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളും റിലീജിയസ് ക്ലറിക്കുകളും നേതൃത്വം നൽകുന്ന ആ ഭരണക്രമം താഴെ വീഴുന്നത് വരെ, അല്ലെങ്കിൽ ജനം അവരെ നിഷ്കാസിതരാക്കുന്നത് വരെ കണ്ടിന്യൂവസ് ഫൗണ്ടിങ് എന്ന ഇസ്രയേലിൻ്റെ നയം മുന്നോട്ട് പോകുന്നു. തിരിച്ച് ഇസ്രയേലിനെ അവസാനിപ്പിക്കുന്നത് വരെ ഇറാന് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനും നീങ്ങുന്നു. അവിടെയാണ് ഇവിടെ ഒരു നെവർ എൻഡിങ് കോൺഫ്ലിക്റ്റ് ആണ്. മറ്റേതെങ്കിലും ഒരു ഇടപെടൽ ഇപ്പോൾ G7 സമ്മിറ്റ് ഇവിടെ വെച്ച് അമേരിക്കയിൽ വെച്ച് കാനഡയിൽ വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ കാനഡയിലെ ആൽബർട്ടയിൽ വെച്ച് നടക്കുന്ന G7 സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇൻവൈറ്റി ലിസ്റ്റിലുണ്ട് എന്ന് ഓർക്കണം. ലോകത്തെ പ്രധാനപ്പെട്ട ശാക്തിക രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കാനഡയും എല്ലാം ചേരുന്ന ഒരു പാശ്ചാത്യ സഖ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട് ഒബ്സർവർ സ്റ്റേറ്റസിൽ. അവിടെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് ഇറാനെ ഒരുപക്ഷെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ലായിരിക്കാം, ഇറാന് ചില ഉറപ്പുകൾ കൊടുക്കാൻ ചിലപ്പോൾ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അത് ഒരു സൂചനയാണ്. രണ്ട്, ഇസ്രയേലിനെ അവർ ഉദ്ദേശിച്ചാൽ പിടിച്ചു കെട്ടാനാകുമോ, നിയന്ത്രിക്കാനാകുമോ? എന്ത് ഗ്യാരൻറ്റിയാണ് ഇറാനിൽ നിന്നും ഒരു ആണവാക്രമണം ഉണ്ടാവില്ല എന്ന് എന്ത് ഗ്യാരൻറ്റിയാണ് ഇസ്രായേലിന് അവർക്ക് കൊടുക്കാൻ കഴിയുക? അതുകൊണ്ട് ലോകം ഈ പോരാട്ടത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് ക്രിയാത്മകമായി. ഇപ്പോൾ ഇന്ത്യൻ സമയം ഇത് രാത്രിയാണ്, ഇനി അവിടെ അത് പകൽ സമയമാകാൻ പോവുകയാണ് കാനഡയിൽ. അങ്ങനെയെങ്കിൽ ആ കാനഡയിലെ പകൽ സമയത്ത് എടുക്കുന്ന നിർണായക ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ഈ സംഘർഷത്തിന് അയവ് വരുത്തും എന്ന പ്രതീക്ഷയിലാണ് ലോകം. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സൂചനകളും കാണുന്നില്ല എന്നതാണ് ശ്രീ അനിൽ യാഥാർത്ഥ്യം. ശ്രീ ഒ അബ്ദുള്ള, ഇടിച്ചു നിൽക്കാൻ പറ്റുമോ ഇറാന്? നോക്കൂ, ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ആയത്തുള്ള ഖമേനി പോലും ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. അല്ല, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയുമെന്നാണ് എൻ്റെ മറുപടി. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം അത് പരിശോധിച്ചാൽ ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ചയും വലിയൊരുനാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണങ്ങളെ ഈ കൈസർ ഭരണകാലത്തൊക്കെ റോമുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൊക്കെ വലിയ തരത്തിലുള്ള സമരം അല്ലെങ്കിൽ യുദ്ധം അവർ നയിക്കുകയും അവരത് നേടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ചരിത്രം, ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗം.
അതുകൊണ്ട് ഇവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് പിന്നെ എന്താ ഇറാൻ ചെയ്യേണ്ടത്? ഓടെ എന്തുകൊണ്ട് ഇപ്പോൾ രണ്ട് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒരു കക്ഷിൻ്റെ കയ്യിൽ ഓൾറെഡി ആണവായുധങ്ങളുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനാണ്. ആ ആണവായുധങ്ങൾ താഴെ വെക്കണം, അത് നശിപ്പിക്കണം, നിരായുധീകരിക്കണം എന്ന് പറയാൻ ആരും മുമ്പോട്ട് വരാത്തത്? അങ്ങനത്തെ ഒരു ശത്രു അവരുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളും ഉണ്ടായിരിക്കുക, മറുഭാഗം ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തി എന്താ? ആണവായുധം എന്ന് പറയുന്ന സർവനാശിയായ ഈ ആയുധം എല്ലാവരും ഉപേക്ഷിക്കുക, ആരും അത് ഉണ്ടാക്കാതിരിക്കുക എന്നൊരു തീരുമാനത്തിൽ എത്തേണ്ടത്. ഞാൻ എല്ലാ ആയുധങ്ങളും എല്ലാവിധം ഇതും അണിഞ്ഞതിന് ശേഷം സർവായുധ വിഭൂഷിതനായിട്ട് താങ്കളോട് പറയാം, താങ്കളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ. താങ്കൾ പിന്നെ കയ്യിൽ എന്താ മറ്റേ ശൂന്യഹസ്തനായിട്ട് വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇവിടെ സംഭവം അതാ. ഞാനതിന് പക്ഷെ വേറൊന്ന് ഞാൻ കാണുന്നത്, ഇറാൻ ഇത് ഈ ആയുധങ്ങളൊക്കെ ഒരുക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല. ഇറാന് ഇസ്രായേലിനോടുള്ളതിനേക്കാൾ അധികം വിരോധം അതൊരു ഷിയ രാഷ്ട്രമാണ്. ഷിയ സുന്നി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉടനീളം വലിയ സംഘടനകളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഞാൻ ഒരിക്കൽ ഇറാനിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രം ഈ സുന്നികളെ ഇറാൻ ഷിയാക്കൾ തോൽപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അയാളുടെ പേര് ഇപ്പോൾ എന്നോട് ശരിക്കും ഓർമ്മ, ഒരു ഇസ്മായിൽ സഫൈ എന്നിട്ട പേര്. അയാളുടെ പ്രതിമയും അയാളുടെ എല്ലാം വലിയ ജോറായിട്ട്. അപ്പം എൻ്റെ കൂടെയുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ ചോദിച്ചെന്താ ഇയാളുടെ ചിത്രം നിങ്ങൾ ഇത്ര വലിയതാക്കി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഒരു സുന്നി മുസ്ലിം അല്ലേ അയാൾ, അതുകൊണ്ടാണ് ഞങ്ങൾ വെച്ചത്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവരുടെ പ്രഥമ ടാർഗറ്റ് ആയിരുന്നില്ല. എന്തോ ചരിത്രപരമായ ഏതോ കരുനീക്കങ്ങളിൽ പെട്ടിപ്പോൾ സംഭവിച്ചു എന്നല്ലാതെ പ്രഥമ ലക്ഷ്യം അവർ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങൾ ഈ സൗദി അറേബ്യയെ, അതായത് സുന്നികളുടെ നേതൃത്വം, സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നി അല്ല കേട്ടോ, ഷിയ വിരുദ്ധ സുന്നി, അവരുടെ ആ മേധാവിത്വം നശിപ്പിച്ചിട്ട് അതുകൂടി സൗദി അറേബ്യ അടക്കം പിടിച്ചെടുത്ത് അതിൻ്റെ ഈ ഹോളി സിറ്റീസ്, അത് ഹറമൈൻ ഷെരീഫൈൻ, കഅബ, മക്ക, മദീന മുതലായ രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണം എന്നതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ മുസ്ലിം രാഷ്ട്രം അവർക്ക് അനുകൂലമായി പ്രതികരിക്കാത്തതും. ശരി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ശരിയാണോ, വാസ്തവമാണോ ഈ പറഞ്ഞത്? ഇസ്രയേൽ ഒരു ടാർഗറ്റ് അല്ല എന്നാണ് പറയുന്നത്. അല്ല, അതൊരു ടക്കിയാണ്. അൾട്ടിമേറ്റ് ടാർഗറ്റ് ഇസ്രായേൽ തന്നെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെയുള്ള ആൾക്കാരെ കൂടി ഒന്ന് ഒതുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇറാൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇറാന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഇസ്രായേൽ തന്നെയാണ്. കാരണം പുരാതനമായിട്ട് വിശുദ്ധ രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഒരു കോമൺ അജണ്ട. ഇന്ത്യക്കും ഇസ്രായേലിനുള്ളത് കോമൺ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റും നമ്മുടെ പ്രധാനമന്ത്രിയും കൃത്യമായിട്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തൊരു ആംബിഗ്വിറ്റി ഒന്നുമില്ല. പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ അകത്തൊരു അയലോക്കമില്ല. ഇവർ രണ്ടുപേരും നമ്മുടെ അയലോക്കം അല്ലാത്തതുകൊണ്ട് തമ്മിൽ തല്ലി ചാകുന്നതിലും ഭേദം ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നൊരു ഉപദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും കേൾക്കുന്നില്ല. ഇതിന്റെ ഒരു കാര്യം, ന്യൂക്ലിയർ പവർ അല്ല ഇസ്രായേലെങ്കിൽ ഇസ്രായേലിനെ ഇതിനകം ഇവർ തീർത്തേനെ. പിന്നെ ഇസ്രായേലിൽ ഒരു എപ്പോഴും ഒരു ജനാധിപത്യ ഭരണകൂടമാണ് അവിടെ ഇസ്രായേലിലുള്ളത്. ഇറാനിൽ വരുന്നത് ഇപ്പോൾ ഒരു 50 വർഷമായിട്ട് മതാധിപത്യ ഏകാധിപത്യ ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുമായിട്ട് ഒരു നെഗോസിയേഷൻ എന്ന് പറയുന്നതിലോ കരാർ ഒപ്പിടുന്നതിലോ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ഒപ്പിടുന്ന കടലാസിന്റെ വില പോലും ഇല്ല. പിന്നെ നമ്മൾ ഒരു 10,000 വർഷമായിട്ട് പേർഷ്യ, അതായത് ഇറാന്റെ പഴയ പേരാണ് പേർഷ്യയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അവിടെ ഈ AD 600, അതായത് 1400 വർഷം മുമ്പ് ജിഹാദ് വന്നപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പാഴ്സികള്, സൗരാഷ്ട്രീയർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടുന്ന് ഇന്ത്യയിലോട്ട് ഓടിപ്പോകുന്നവരുണ്ട്. അപ്പൊ അവിടുത്തെ വംശജരുമായിട്ടൊരു ന്യായമായ റിലേഷൻസ് ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു മര്യാദയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അണുവായുധമൊന്നും വേണ്ട, എന്തെങ്കിലും ചർച്ച ചെയ്ത് എഗ്രിമെന്റ് ആക്കുന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ രണ്ട് രാജ്യവും നശിക്കുന്നതിനോട് ഇന്ത്യക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു താല്പര്യമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണ്. കാരണം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കാൻ പാടില്ല. ഇസ്രായേൽ വീണാൽ നമ്മളും കൂടെ വീഴും. അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ വീഴാൻ പാടില്ല. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയം വളരെ കൃത്യമാണ്. ഇനി ഇറാൻ ഇവരുമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് മതപരമായ പ്രശ്നങ്ങളുണ്ട്. ഇറാന് ചുറ്റുമുള്ള അവരുടെ മതങ്ങൾക്കുള്ളിലുള്ള തർക്കങ്ങളുണ്ട്. ഷിയ സുന്നി എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. ഞാനതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കളം മാറ്റി ചവിട്ടും. അത് പഠിക്കാൻ പോയാൽ നമുക്ക്
നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ പോയിട്ടില്ല. അവർ തമ്മിൽ തല്ലുന്നു, അത് ആസ്വദിക്കുന്നു. പക്ഷെ ഇസ്രായേലിനെ തൊടുന്ന ഒരു സ്റ്റേജ് വരും എന്ന് ബോധ്യമായപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നീങ്ങിയത്. അതുവരെ ഉള്ളതൊക്കെ വെറും തമാശയായിരുന്നു. ഇപ്പൊ അവർ ഇറാൻ സീരിയസ് ആയിട്ട് അണുവായുധം ഉണ്ടാക്കി അയലോക്കംകാരെ ഭീഷണിപ്പെടുത്തുകയും ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള 100% കൃത്യത വന്നതിന് ശേഷമാണ് അവർ ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളും പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നമുക്കെതിരെ അണുവായുധം പ്രയോഗിക്കുന്ന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ആളെ വിട്ട് ആക്രമണം നടത്തി മുണ്ടുപൊക്കി ആൾക്കാരെ കൊന്നു പകൽഗാമില്. അതൊരു റീസൺ ആയിരിക്കെ അതിലും വലിയ അഭ്യാസങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് അവരുടെ അണുവായുധ ശേഖരവും അവരുടെ വ്യോമസേനയെയും നമ്മൾ തകർത്തേണ്ട കാരണവും അത് തന്നെയാണ്. ഇപ്പോഴും പലർക്കും അതിലൊക്കെ സംശയമുണ്ട്. ഈ യുദ്ധത്തിന്റെ റിസൾട്ടും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച പോലെ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഇറാനെ തോൽപ്പിച്ചിരിക്കും. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ പകുതിയിലധികം ജനങ്ങൾ വനിതകളാണ്. അവർ 50 വർഷമായിട്ട് ചാക്കുകെട്ടിന്റെ അകത്താണ്. അതിൻ്റെ അകത്ത് ഇസ്രായേൽ ജയിക്കുന്നതോടുകൂടി നമുക്ക് കാണാവുന്ന പർദ്ദയും ഹിജാബും ഒക്കെ കത്തിച്ചോണ്ട് ജനങ്ങൾ തെരുവിലേക്ക് വരുന്ന, സ്ത്രീകൾ തെരുവിലോട്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പർദ്ദയും ഹിജാബും ഒക്കെ കത്തിച്ചോണ്ട് ജനങ്ങൾ ചോയ്സ് ഒന്നും അല്ല, ഇത് ചോയ്സ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾ വരുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൂടെ നമുക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഇറാന്റെ അകത്ത് ആഭ്യന്തര വിപ്ലവം ഉണ്ടാവും. അവിടെയുള്ള ഈ കൊമീനിയൻ പാർട്ടിയെ അവിടെ നാട്ടുകാർ തന്നെ ഒരാഴ്ചയ്ക്കോ അടിച്ചോടിക്കും. കാരണം അവർക്ക് 50 വർഷം കൊണ്ട് അവര് 500 വർഷം പുറകോട്ട് പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആഭ്യന്തര കലാപത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ UK താമസിക്കുന്ന ഇറാനികളും അവരും ഈ ഭരണകൂടത്തിന് എതിരെ രംഗത്ത് വരുന്ന ഒരു അവസ്ഥ അതും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു സംഘർഷത്തിൽ ഇറാനിലുള്ളവരും ഇസ്രായേലിനെ പിന്തുണക്കുന്നതായി മനസ്സിലാക്കണം, അല്ലേ? അതെ, ആ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, അവരുടെ റീഗെയിം ചേഞ്ചാണ്. ഇന്ന് ഈ ഇറാനെ പിന്തുണയ്ക്കുന്നത്, ഓപ്പൺ ആയിട്ട് പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷമായ ഇന്ത്യ അലയൻസ് മാത്രമേ ഇന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ആരും ലോകത്ത് ഇറാനെ പിന്തുണയ്ക്കുന്നില്ല. വിവരമുള്ള ഒരുത്തിനും പിന്തുണയ്ക്കുന്നില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷം ഇതിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ കൂടെയായിരുന്നു. ഈ ഹമാസിന്റെ യുദ്ധത്തിൽ അവർ ഹമാസിന്റെ കൂടെയായിരുന്നു. ഇപ്രാവശ്യം അവർ ഇറാന്റെ കൂടെയാണ് തീരുമാനിക്കുന്നത്. തോക്കുന്നവരുടെ കൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷം പോയി ചേരത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്നത് ഇവിടെ MA ബേബിയോ അങ്ങനെ എങ്ങാണ്ട് ആരോ 1-2 പേരുണ്ട്. പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു MP ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത്. കാരണം ഇത് ആൾക്കാർക്ക് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇതിൽ എന്താണ് കാര്യമെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും റൈറ്റിംഗ് ഓൺ ദ വാൾ ഈസ് വെരി ക്ലിയർ. അവിടെ ഇറാൻ 2 രീതിയിൽ, ഇപ്പോഴത്തെ ഇറാൻ ഗവൺമെന്റ് 2 രീതിയിൽ തോക്കും. ഒന്ന്, ആഭ്യന്തരമായ സമരത്തിലും തോക്കും, ഇസ്രായേലിനോടുള്ള യുദ്ധത്തിലും തോക്കും. അതിനൊരു ടൈമിങ് മാത്രം, മേ ബി ഒരാഴ്ചയോ 1 മാസമോ, അതല്ലാതെ അതിനൊരു വേറൊരു ഉത്തരവില്ല. ആരും അവരുടെ കൂടെ കൂടാനില്ല. ചൈന പ്രമേയമൊക്കെ പാസ്സാക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ AKG സെന്ററിൽ MA ബേബി പ്രമേയം പാസ്സാക്കുന്ന പോലെ ഉള്ളൂ. കൂടെ ഇറങ്ങത്തൊന്നുമില്ല. പ്രമേയമൊക്കെ പാസ്സാക്കും. അതുകൂട്ട് അതല്ലാണ്ട് വേറെ ആരും കൂടെ ഇറങ്ങാനില്ല. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള നടപടി. ശ്രീ രാജൻ ജോസഫ്, രാജ്യത്തിനകത്ത് ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര കലാപം കൂടി ഇറാന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ? അത് തീർച്ചയായിട്ടും സൃഷ്ടിക്കും. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഇറാനകത്തൊരു ആഭ്യന്തര കലാപത്തിനൊക്കെയാണ് പോകുന്നത്. ലിബിയയിലും ഈജിപ്തിലും ഒക്കെ നമ്മൾ കണ്ട മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ പിന്നെ അതേ വഴിയിലൂടെ ഇറാൻ സഞ്ചരിക്കുന്നുള്ളത്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ തുടക്കം തൊട്ട് ആദ്യ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇറാനിലെ ജനത ഈ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനീയനായ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അടിമത്തത്തിലാണ്. അവിടെ ഹിജാബ് ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളേ ഉള്ളൂ, ആയത്തുള്ള ഖൊമേനി. കാരണം പുള്ളി ഇപ്പോൾ പുള്ളിയുടെ മുഖം കാണിക്കാൻ പറ്റില്ല. പുള്ളി ചാക്കും മൂടി പെൺവേഷം കെട്ടി അവിടെ നിൽക്കിയിരിക്കുന്നുള്ളതാണ്, ബംഗറിലൊക്കെ കഴിയുകയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല. നിങ്ങൾ ആലോചിക്കേണ്ട എത്രയോ സൗണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് ഇറാൻ എന്നുള്ളതാണ്. നമ്മളുമായിട്ടുള്ള വ്യാപാരമൊക്കെ നേരത്തെ പറഞ്ഞു, വ്യാപാര ബന്ധങ്ങൾ, പേർഷ്യൻസ് പിന്നെ കൾച്ചർ അവരുടെ, പിന്നെ അതേപോലെ തന്നെ
പിന്നെ ആർക്കിടെക്റ്റ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പലതും കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം ദീർഘകാലത്ത് ഉണ്ടായിരുന്നു. അവരും നമ്മളും തമ്മിൽ പിന്നെ സാംസ്കാരിക സമന്വയങ്ങൾ നടന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ആ നാടിനെയാണ് ഈ ആയത്തുള്ള ഖൊമേനി വന്നതിന് ശേഷം, പ്രത്യേകിച്ചും 1977 തോന്നുന്നു ഇറാൻ പിന്നെ ഇസ്ലാമിക് പിന്നെ റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അതിന് ശേഷം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വിപ്ലവം എന്ന് പറഞ്ഞാൽ അത് പുരോഗമനത്തിൻ്റെ വഴിയിലേക്ക് പോകാനുള്ളതാണ്. ഇവിടുത്തെ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ ഏതോ പ്രാകൃതമായ കാലഘട്ടത്തിലെ ആചാരങ്ങളിലേക്ക് ഒരു ജനതയെ, ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ പിന്നെ പ്രശസ്തമായിരുന്നതാണ്. കെയ്റോ യൂണിവേഴ്സിറ്റി പോലെ, നമ്മുടെ പിന്നെ കാബൂൾ സർവകലാശാല പോലെയൊക്കെ അവിടെ തകർന്നു പോയത് ഈ കാബൂളും ടെഹ്റാനും ഒക്കെയാണ് തകർന്നു പോയത്, പിന്നോട്ട് നീക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എനിക്ക് ആദരണീയനായ ശ്രീ ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം, കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹവും പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഇറാൻ്റെ ഏറ്റവും വലിയ ഷിയാ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് അത് പിന്നെ ഒരിക്കലും ജൂതന്മാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സുന്നി മുസ്ലിങ്ങളാണ് അവരെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവർ സയനിസത്തിനെതിരെ പോരടിക്കാനാണോ അവർ അബുദാബിയിലേക്ക് ഹൂതികളെ കൊണ്ട് മിസൈലും ഷെല്ലും പിടിക്കുന്നത്? അവർ റിയാദ് ആക്രമിച്ചത് എന്തിനാണ്? സൗദി അറേബ്യയിൽ റിയാദ് ആക്രമിച്ചത് അതും ഹൂതികളെ കൊണ്ട് ആക്രമിപ്പിച്ചു. അവർ ഹിസ്ബുള്ളയ്ക്ക് പിന്നെ വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു, അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ. അവർ പിന്നെ ഹമാസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ലോകത്താകെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഒരു നികൃഷ്ട ജീവിയായി ആയത്തുള്ള ഖൊമേനി മാറുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? പിന്നെ അബുദാബിയിലോട്ടും റിയാദിലേക്കൊക്കെ മിസൈൽ വിട്ടിട്ടുള്ളത് സയനിസത്തെ പ്രതിരോധിക്കാനാണ്, പിന്നെ അതേപോലെ തന്നെ ഇസ്രായേലിനെ തകർക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ. ഇത് പണ്ട് ഇവർ പറഞ്ഞ മാതിരിയാണ്. ജോസഫ് മാഷ കൈവെട്ടിയത് സുഡാപ്പികൾ ഈ സംഘപരിവാറിനെ പ്രതിരോധിക്കാനായിരുന്നല്ലോ ജോസഫ് മാഷ കൈവെട്ടിയത് എന്ന് പറയുന്ന പോലെയുള്ള വർത്താനാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഷിയാ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഓദുള്ള സാഹിബ് പ്രതിദാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും ഏറ്റവും വലിയ ശത്രുക്കളും സുന്നി മുസ്ലിങ്ങളാണ്. ഇവർ ഭൗതികമായി ഇവർക്കിടയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തും, എന്നിട്ട് പാവപ്പെട്ട സുന്നികളെ കൊണ്ട് ആയുധൊലിപ്പിക്കും. ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു കേസിൽ പ്രതിയായിട്ട് അകത്തേക്ക് പോവില്ല. അപ്പം പിന്നെ അതേസമയം അവർ വേണ്ട പ്രചാരണം നടത്തും. വേണ്ട സുന്നി മുസ്ലിം പണ്ഡിതനെ 1970-കളിൽ ഖത്തറിലെ ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി അടച്ചതിൻ്റെ കഥ പ്രിയപ്പെട്ട ബഹുമാനായ ഒ അബ്ദുള്ള സാഹിബ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ അതിൻ്റെ വീഡിയോ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതായിരിക്കും ചിലപ്പോൾ പറഞ്ഞ കൂട്ടത്തില്ല. കാരണം ഒരു സുന്നി മുസ്ലിം പണ്ഡിതൻ അവിടെ വന്നപ്പം അദ്ദേഹം പിന്നെ ജുമായ്ക്ക് ശേഷം നമ്മളെ പിന്നെ സംസാരിച്ച സമയത്ത് കുത്തുബയ്ക്കകത്ത് നടത്തിയ ചില പരാമർശങ്ങൾ, കാരണം അവിടുത്തെ ഖത്തറിലെ മതകാര്യ വകുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഷിയാ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഖൊമേനിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് ഇവർ തന്നെയാണ്, സുന്നി മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് റിയാദ് ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് അബുദാബി ആക്രമിക്കുന്നത്. മാത്രമല്ല ഹൂതികളെ വെച്ചിട്ട് സൂയസ് കനാലിൽ കൂടി പോകുന്ന ചരക്ക് കപ്പൽ ആക്രമിപ്പിച്ചു. ചരക്ക് കപ്പൽ ആക്രമിപ്പിച്ചപ്പം ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നേതൃത്വത്തിൽ 10-23 രാജ്യങ്ങളുടെ ഒരു പിന്നെ സഖ്യം രൂപീകരിച്ചപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സഖ്യം രൂപീകരിച്ചപ്പോൾ ആ സഖ്യത്തിനകത്ത് ബഹ്റൈൻ പാർട്ട്ണറാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഈജിപ്തും ഒക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു പ്രസ്താവന നടത്തും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരും, പരാജയപ്പെടും അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് അവർ പോവില്ല, അവർ പോകാൻ കഴിയില്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നതാണ്, അവർക്കുള്ള ത്രെട്ടാണ് ഇറാൻ എന്ന് പറയുന്നതും അവിടുത്തെ ഖൊമേനിയും അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളും. അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ നിർവീര്യമാക്കുക എന്നത്, അവിടെ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂടി ഭീഷണിയാണെന്നുള്ള തിരിച്ചറിവുണ്ട്. കാരണം ഇവർ ഭ്രാന്തന്മാരെ എവിടെയും കൊണ്ടുപോയി പൊട്ടിക്കും. ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കുന്നത് പൊട്ടിക്കാനല്ല, പ്രതിരോധിക്കാനാണ് ഇവന്മാരെ. ഇവിടെ പിന്നെ ആയുധം കൈവശമുള്ള രാജ്യങ്ങളൊന്നും പൊട്ടിക്കുന്നില്ല, അങ്ങനെ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല, ഇവരെന്തും ചെയ്ത് കളയും. ഭ്രാന്തുണ്ടാവില്ല, ശരിയാ. ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ നടത്തിയവർ അവർ ഭ്രാന്തന്മാരാണോ? അല്ലേ? അതിലൊരു മുസ്ലിം ഇല്ലല്ലോ. ഭ്രാന്തന്മാർ, യുദ്ധം നടത്തുന്നവർക്ക് ഭ്രാന്തന്മാരാണെങ്കിൽ ആരാ യഥാർത്ഥ ഭ്രാന്തന്മാർ? അതിനൊന്ന് മറുപടി പറഞ്ഞാൽ 1-2 ലോകമഹായുദ്ധങ്ങൾ നടത്തി. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏത് ഭ്രാന്തരാ? അല്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട് അബ്ദുള്ള സാഹിബ്. ഞാൻ പറയട്ടെ, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുക. ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. ഞങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പറയണം. അതായത് പിന്നെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും
നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ മനുഷ്യനും ഒരേപോലെ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടെ അവതാരകരായിട്ടുള്ള അനിൽ തമ്പിയാർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവർ ഉൾപ്പെടെയുള്ള അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും പിന്നെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷേ ഇത് ആ വഴിക്ക് നീങ്ങുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബഹ്റൈൻ ഇപ്പുറത്ത് ഇവരെ കൂടെ സഖ്യം ചേർന്നു. സൗദി അറേബ്യയും UAE മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇറാനെ നിർവീര്യമാക്കണം എന്നുള്ളതാണ്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു, ഇറാൻ്റെ ആണവ പ്രതിരോധ മാർഗങ്ങൾ തകർക്കുന്നു, ഇറാൻ്റെ പിന്നെ ഇവരുടെ പിന്നെ ഈ സമ്പുഷ്ട യുറേനിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വെയർ ഹൗസുകൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലൊടുക്കിയാണ്. മാത്രമല്ല ഓരോ സീനിയർ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, ഈ സയൻറ്റിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രജ്ഞന്മാർ തന്നെ വേണം. അപ്പോൾ ഇവരെ ഇത് ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള പോക്കിനെ തടയിടാൻ പറ്റും. ഇവരുടെ സുപ്രീം കമാൻഡർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരെല്ലാം കൊല ചെയ്യപ്പെടുന്നു. ടെഹ്റാനിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ സുപ്രീം കമാൻഡർ, അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ റൂം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ആയുധം കൊടുത്ത് പിന്നെ ഷെല്ലാക്രമണത്തിൽ കൊന്നുകളഞ്ഞത്, തട്ടിക്കളഞ്ഞത്. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആ അവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന ജനം തെരുവിലിറങ്ങും. കാരണം അവിടുത്തെ ജനം നമുക്കറിയാലോ, തട്ടമിട്ടത് കാറ്റടിച്ചപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് 22 വയസ്സുള്ള പെൺകുട്ടിയെ അവിടുത്തെ മതകാര്യ പോലീസ് തല്ലിക്കൊന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത്. കവിത എഴുതുന്നതിൻ്റെ പേരിൽ ചെറുപ്പക്കാരെ ജയിലിൽ കൊണ്ടുപോയിടുക, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ പാകിസ്ഥാനിലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, പിന്നെ ബലൂചിസ്ഥാനിലുള്ളവരും അതേപോലെ തന്നെ POK ചോദിച്ചോളൂ. ഒരു ചോദ്യം, ഒരു കിലോ മാംസം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അത് പശുമാംസമാണ് എന്ന് പറഞ്ഞ് പിടികൂടി. ഇതാ ചോദ്യം, ഒരാൾ അല്പം മാംസം കൊണ്ടുപോകുമ്പോൾ ആ മാംസം പശുവിനറുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആളിവിടുന്ന് ഗുജറാത്തിൽ തല്ലിക്കൊന്നു. പരിശോധന എഴുതി ഗോമാംസമല്ല എന്ന് ബോധ്യപ്പെട്ടു. ഇതൊക്കെ അത് മെനിയാൻ നടന്നത്. ഇതൊക്കെ എത്ര തവണ ചർച്ച ചെയ്താണ് അബ്ദുൾ സാഹിബ്? ഇതൊക്കെ എത്ര ചർച്ച ചെയ്തതാണ്? അല്ല, ഇതില് അബ്ദുള്ള സാഹിബേ, ചുറ്റും ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ സഖാക്കള് അല്ലെ, നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ക്ഷമയോടെ ഇന്റെ സമയത്തിനകത്ത് കേട്ടിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ മിണ്ടുന്നില്ല. അബ്ദുള്ള സാഹിബ് പ്ലീസ്. ഓക്കെ കേട്ടെ, നിങ്ങൾ മിണ്ടണം, മിണ്ടുന്നതിന് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. പക്ഷെ ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇതൊക്കെയുള്ള പ്രശ്നം ഞാൻ പറയട്ടെ. അബ്ദുള്ള സാഹിബ് പ്ലീസ്, ഞങ്ങളടുത്ത് കൈ നോക്കി പറയാണ്, പ്ലീസ് ഒന്ന് പറയട്ടെ. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിനല്ല മറുപടി പറയണ്ട. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ പിന്നെ CPM-ന്റെ സഖാക്കൾക്കുള്ള കുഴപ്പമുണ്ട്. ഇവിടുത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലെ അപ്പം പറയും, നിങ്ങൾ ചൈനയ്ക്ക് നോക്കൂ, നിങ്ങൾ റഷ്യക്ക് നോക്കൂ, അല്ലെങ്കിൽ സന്ദേശ സിനിമയ്ക്കകത്തുള്ള മാതിരി പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതേമാതിരിയാണ് നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെയും പിന്നെ ഈ പശ്ചിമേഷ്യയുടെ ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ അതിൻ്റെ കാരണങ്ങളെയും ഒക്കെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നേരെ ഇവിടുത്തെ പശുവർച്ചിക്ക് വന്നു. അതേ പറഞ്ഞത്, അവിടുത്തെ കാര്യം സംസാരിക്കുമ്പോൾ അവിടുത്തെ കാര്യം സംസാരിക്കൂ. അവിടെ നമ്മൾ പിന്നെ ആഭ്യന്തര രാഷ്ട്രീയം അല്ല സംസാരിക്കുന്നത്. അത് വേണമെങ്കിൽ വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് ഡിബേറ്റ് വെക്കാൻ പിന്നെ ശ്രീ അനിൽ നമ്പ്യാരോട് ആവശ്യപ്പെടാം. അപ്പോൾ നമുക്ക് ഇരിക്കാം. പക്ഷേ ഇപ്പോൾ വിഷയം ഇതാണ്. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പം ആകെ നമുക്കെതിരെ രംഗത്ത് വന്നത് ആ മേഖലയിൽ നിന്ന് തുർക്കി മാത്രമാണ്. നമുക്ക് പിന്നെ നമ്മൾ ഇന്ന് വരെ പിന്നെ അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കാത്ത ഇസ്രായേലാണ് ആദ്യം നമുക്ക് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചത്. നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇസ്രായേലിനോട് ഒപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവിടെ ഹമാസിനോട് എതിർപ്പുണ്ട്, പക്ഷേ പാലസ്തീൻ ജനതയും ചേർത്ത് പിടിക്കണം. പാലസ്തീൻ ജനത ഈ ഹമാസിൻ്റെ പിന്നെ പാലസ്തീൻ PLOയുടെ നേതാവായിട്ടുള്ള പാലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസാണ് പറഞ്ഞത് ഇവരെ നായകളുടെ സന്തതികൾ എന്ന് ഹമാസിനെ വിശേഷിപ്പിച്ചത്. കാരണം അവർ കാരണമാണ് ഈ കെടുതിക്ക് ആൾക്കാർ പോകുന്നത്. ഹമാസിന് പിന്നെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ഈ പിന്നെ ആയത്തുള്ള ഖൊമേനിയും അവരുടെ റെവല്യൂഷണറി ഗാർഡുമാണ്. ഇസ്മായിൽ ഹാനിയയ്ക്ക് അഭയം കൊടുത്ത അവരാണ്. പക്ഷെ ഒക്കെ തീർന്നുപോയി, ഒക്കെ പിന്നെ ഇതായി. ഇനിയിപ്പോൾ എന്താണ് ഖൊമേനിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ജനം തെരുവിലിറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചെറുപ്പക്കാർ സഫർ ചെയ്യുകയാണ്, സ്ത്രീകൾ അനുഭവിക്കുകയാണ്. സൗദി അറേബ്യ വരെ
പുരോഗമനത്തിൻ്റെ വഴിയെ കൂടെ പോവുക. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അവിടെ പിന്നെ സിനിമാ തിയേറ്ററുകൾ തുടങ്ങുന്നു, അവിടെ പിന്നെ കളിക്കളത്തിൽ അല്ല ഗാലറിയിൽ സ്റ്റേഡിയത്തിൽ വരാം, അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു. മറ്റേത് സ്ത്രീകൾ വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ കാലം മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഏതോ പഴയ നൂറ്റാണ്ടിൻ്റെ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുകയാണ്. ഒരു കാലത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് ഇവർ സ്വയം വലിച്ചെറിയപ്പെടുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങും. ഞാൻ പറയുന്നു ലിബിയയിലും ഈജിപ്തിലും അതേ വഴി, അതേ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ വഴിയിലേക്ക് ഇവർ പോകും. മറുപടി പറഞ്ഞോ? പിന്നെ മറ്റൊന്ന് മറുപടി പറഞ്ഞോ? ഒരു ചോദ്യം. അദ്ദേഹം ഏതോ നൂറ്റാണ്ട് തന്നെയുണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ പ്രാദുർഭാവക്കാരാണ്. അങ്ങനെയാണെങ്കിൽ എത്ര മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് വളരെ വളരെ ഒരിക്കലുമല്ല ഇസ്ലാമിക നിയമങ്ങൾ ബാധകല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗം, ഞാൻ പറയട്ടെ, പറഞ്ഞു മുഴുവനാക്കട്ടെ, കോരപ്പുഴ കടക്കാൻ പാടില്ല എന്നൊക്കെ പറയട്ടെ, കോരപ്പുഴ കടക്കാൻ പാടില്ല, കടൽ കടക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ കാലം വരെ കേരളത്തിൽ നമ്മുടെ വിശ്വാസമായിരുന്നു. കടക്കാൻ സമ്മതിച്ചില്ലായിരുന്നു നമ്മൾ ഇവിടുത്തെ സാധാരണ വിഭാഗം. താങ്കൾക്കറിയാം, ചരിത്രം എടുത്ത് വായിച്ചു വെക്കുകയെല്ലാം അറിയാം. അപ്പോൾ അത്രത്തോളം വിശ്വാസപരമായ ഈ പിന്തിരിപ്പത്തരം എല്ലാ ജനവിഭാഗങ്ങളും കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ലോകം എത്രയോ മുന്നേറുന്നു. അക്കൂട്ടത്തിൽ വളരെ മുന്നിൽ മുസ്ലിം ലോകം മുന്നേറുന്നുണ്ട് എന്ന വസ്തുത കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും താങ്കൾ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ, അതാ താങ്കൾ പറഞ്ഞു ഏതോ നൂറ്റാണ്ടിലെ ഏതോ കാലഘട്ടത്തിലെ ആശയങ്ങളാണ് ഇതിന് കാരണം. ആ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ലോകത്ത് ഏറ്റവും അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പേസിലേക്ക് പോകാൻ തീരുമാനിച്ച പെൺകുട്ടീൻ്റെ പേരെന്താ? ഒരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ. അതെന്താ താങ്കൾ ഉദ്ധരിക്കാത്തത്? ലോകത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഓടുന്ന സമുദായത്തെക്കുറിച്ച് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ താങ്കൾ വെച്ചു പുലർത്തുന്നത് അത്ഭുതമുണ്ട്. ശരി ശരി, ഓക്കെ. എനിക്ക് മറുപടി പറയാൻ അവസരം തരണം. രാജൻ പറഞ്ഞോ? പറഞ്ഞ ശേഷം അടുത്തവരിലേക്ക് പോവാം. യെസ്, നമ്മൾ ഈ സബ്ജക്റ്റിലോട്ടൊന്ന് തിരിച്ചു പറഞ്ഞേ. യെസ്, വരാം. ഓക്കെ, രാജൻ പറയേണ്ടത് പറഞ്ഞോ? അല്ല, അതിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ഓബ്ദുള്ള സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങേറ്റത്തെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്, പിന്നെ സ്പേസിലേക്ക് ഇവിടുന്ന് പോകുന്ന പെൺകുട്ടികളുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അദ്ദേഹം വയനാട് MP ആയിരിക്കുമ്പോൾ കരുവാരകുണ്ട് സ്കൂളിലും വണ്ടൂർ സ്കൂളിലും അദ്ദേഹം ഓരോ പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചപ്പം അത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് അതിമനോഹരമായി തർജ്ജമ ചെയ്തത് പെൺകുട്ടികളാണ്, മുസ്ലിം പെൺകുട്ടികളാണ്. അതാലോചിച്ച് നോക്കൂ. അപ്പോൾ സ്പേസിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും നയതന്ത്ര പ്രതിനിധികളായിട്ട് പല ഗൾഫ് രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ട് അവരെ ഹൈക്കമ്മീഷണർമാരായിട്ടും അംബാസഡർമാരായിട്ടും പറഞ്ഞയക്കുന്നത് അറബ് യുവതികളെയാണ്. പക്ഷേ ആ യുവതികൾ അനുഭവിക്കുന്ന അതേ അവകാശം, അതേ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസ്ഥ അത് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ഏതോ നൂറ്റാണ്ടെന്ന് പറഞ്ഞത് ഞാൻ പ്രാകൃതമായ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പം സതി ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ, അത് നിർത്തലാക്കിയില്ലേ? രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ളവരുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം വരുന്ന കാലത്ത് പിന്നെ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് നിയമപോരാട്ടം നടത്തിയിട്ടല്ലേ? അപ്പോൾ എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ജൂത സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഒക്കെ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ, ആ അനാചാരങ്ങളെ പൊളിക്കുന്നതല്ലേ വിപ്ലവം. ഇപ്പോഴും കൊണ്ടുപോയിട്ട് പഴയ കാലത്തെ കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, പിന്നെ മാർക്സും എംഗൽസും ഏതോ നൂറ്റാണ്ടിൽ 1.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകം മൂലധനമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിലും അത് അന്നത്തെ യൂറോപ്യൻ സാഹചര്യത്തായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയതാണ്. അത് അതേപടി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇന്ത്യയെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്ന മാതിരിയുള്ള സാധനങ്ങളാണിത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, അത് അവിടുത്തെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ, അവിടുത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് മാനവിക ബോധമുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു നോവിക്കുന്നതാണ്, ഹൃദയം പൊടിയുന്നതാണ്. നമ്മളെ സഹോദരിമാരാണെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ആ വിഷമത്തോട് ഇട്ടവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജനം തെരുവിലിറങ്ങും. ജനം തെരുവിലിറങ്ങുന്ന കുറച്ച് ദിവസം കൂടി നീണ്ടു കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങും. ഒന്നും നോക്കാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, രക്തസാക്ഷികളെ ഇപ്പോൾ ഭഗത് സിംഗ് രക്തസാക്ഷിയായിട്ടില്ലേ, അതേപോലെ ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ശേഷം വരുന്നവരെങ്കിലും ഈ കെട്ടകാലത്തിന്റെ ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് അവരാഗ്രഹിക്കും. ഡോക്ടർ മോഹൻ വർഗീസ, 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് 2001 ഏപ്രിൽ 10 തൊട്ട് 13 വരെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇറാൻ സന്ദർശിച്ച സമയത്ത് മാധ്യമ പ്രവർത്തകരുടെ ആ സംഘത്തിൽ ഞാൻ കൂടി ഉണ്ടായിരുന്നു. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അന്ന് ഖട്ടാമി റൂളായിരുന്നു. ഖട്ടാമി യാഥാസ്ഥിതികത്വത്തിൽ നിന്നൊക്കെ മാറി വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ മാറ്റങ്ങളൊക്കെ അന്ന് നമുക്കും
നേരിട്ട് ദൃശ്യമായിരുന്നു. ഇപ്പോൾ നോക്കൂ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ ഖമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം അത് ഇറാനിൽ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായി നോക്കിയാൽ നമുക്കറിയാം. ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് കൃത്യമായിട്ടുള്ള സ്പേസ് അവിടെ ലഭിച്ചു. ഇറാൻ പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് മതഭീകരതയുടെ വിളനിലമായി എല്ലാവരും കാണുന്ന ആ ഒരു സ്പേസിൽ മൊസാദ് കൃത്യമായ ഓപ്പറേഷൻ നടത്തി കാര്യങ്ങളെല്ലാം പഠിച്ച് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിനുശേഷം ഇസ്രയേൽ ആക്രമണം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ ഖമൈനിയുടെ ഭരണത്തിൽ ഒരുപക്ഷെ പൊറുതിമുട്ടി എങ്ങനെയെങ്കിലും ഇയാളെ പുറത്താക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഒരുപക്ഷെ ഈ ഇസ്രയേലിൻ്റെ അക്രമങ്ങളിൽ ഒരുപക്ഷെ അഭിരമിക്കുന്നുണ്ടാവില്ലേ? നോക്കൂ, നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, അതായത് സമാനമായ രീതിയിലാണ് നരേന്ദ്രമോദിയും സംസാരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാനായിരുന്നില്ല, അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നു, നമ്മൾ ഇറാൻ ജനതയല്ല ലക്ഷ്യമാക്കുന്നത്, അതേസമയം ആ തീവ്രവാദത്തിൻ്റെ ഓരോ ഇടവും അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഞങ്ങളുടെ ലക്ഷ്യം. ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു. സ്വാഭാവികമായി ഈ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു അമർഷം, രോഷം, പ്രതിഷേധം അതെല്ലാം ഒരുപക്ഷെ നേരത്തെ ശ്രീ സ്റ്റാൻലിയും അതുപോലെ ശ്രീ രാജൻ ജോസഫും പറഞ്ഞതുപോലെ അതും ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി മാറുന്നില്ലേ? ഇവിടെ ശ്രീ അനിൽ, ഇസ്രയേലിന് അനുകൂലമാകാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഇറാൻ എന്ന രാജ്യത്തിനുള്ളിലുണ്ട്. ശരിയാണ്, ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഇറാൻ എന്ന രാജ്യത്തെ ജനങ്ങളല്ല പ്രശ്നം. ഒരു ഒളിഗാർക്കിയാണ് ആ ജനതയെ 1979 മുതൽ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഒളിഗാർക്കിയുണ്ട്. അവരുടെ ഒരു ടെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ് സമൂഹത്തിൽ. അത് രാഷ്ട്രീയത്തിൽ അവരാഗ്രഹിക്കുന്ന ഈ ആ ഒളിഗാർക്കിയുടെ തലപ്പത്തുള്ള വ്യക്തിയാണ്, പരമോന്നത മതനേതാവ് തന്നെയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ഡിഫാക്റ്റോ അതോറിറ്റി. ഇപ്പോൾ അത് ആയത്തുള്ള അലി ഖൊമൈനി, മുൻപ് ആയത്തുള്ള ഖൊമൈനി. ഈ രണ്ടുപേരും അധികാരത്തിലിരുന്ന കഴിഞ്ഞ 46 വർഷങ്ങൾ, 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ DNA തന്നെ മാറുകയാണ്, ജനിതക ഘടന തന്നെ മാറുകയാണ്. ജനിതക ഘടന എന്ന് പറഞ്ഞാൽ ആളുകളുടെ അല്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ ആ ഒരു ജനിതക സ്വഭാവം മാറുകയാണ്. അതുവരെ നോക്കൂ, ഇവിടെ ടെഹ്റാൻ്റെ തെരുവുകൾ ആണോ പാരീസിൻ്റെ തെരുവുകളാണോ ഏറ്റവും വലിയ ഫാഷൻ ഷോയുടെ വേദികൾ എന്നുവരെ ലോകം ഡിബേറ്റ് ചെയ്തിരുന്നൊരു കാലമുണ്ട്. അത്രയ്ക്ക് പുരോഗമന ചിന്തയുള്ള ഒരു വിഭാഗം ആളുകൾ പേർഷ്യൻസ് മാത്രമല്ല, പല വംശജരുണ്ട്. ഇറാനിയൻസ് എന്ന് പറയാം. പേർഷ്യൻ വംശജർ ഇറാനിൽ ഒരു 50%, 55% ഉള്ളൂ. അല്ലാത്തവരെല്ലാം പല അർമേനിയൻ, അസർബൈജാൻ, ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന ഒരു ബഹുല സമൂഹം. ആ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകാൻ ഷാ പഹലവി രണ്ടാമൻ്റെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് റിലിജിയസ് ക്ലറിക്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ലോകത്തൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു തരം ഭരണകൂടമാണ് ഇതിന്. ഇറാൻ്റെ ഗവൺമെൻറ്റിന് സമാനമായ ഒരു ഭരണകൂടം ലോകത്തൊരിടത്തുമില്ല. ഇപ്പോൾ കേണൽ ഗദ്ദാഫിയുടെ ലിബിയ ആണെങ്കിലും, സദ്ദാം ഹുസൈൻ്റെ കാലത്തെ ഇറാഖ് ആണെങ്കിലും, അല്ലെങ്കിൽ ഹോസ്നി മുബാറക്കിൻ്റെ കാലത്തെ ഈജിപ്റ്റ് ആണെങ്കിലും, ഇവരൊന്നും തന്നെ ഈ മോഡൽ ഓഫ് ഗവർണൻസ് ഇല്ല. ഇവിടെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് റിലിജിയസ് ക്ലറിക്സ്, അവരുടെ തലപ്പത്തെ ഒരു പൊളിറ്റിക്കോ റിലിജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ തലപ്പത്തെ വൺ മാൻ. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്ന ആളുകളാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. ഈ ശ്രീ അനിൽ നമ്പ്യാർ ഇറാൻ സന്ദർശിച്ചപ്പോൾ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് ഖാത്തമി. അപ്പോൾ ഖാത്തമി മിതവാദിയായ ഒരാളായിരുന്നു. പക്ഷേ ഖാത്തമിക്ക് മത്സരിക്കാൻ അനുവാദം കൊടുത്തത് ആയത്തുള്ളയാണ്, ഖൊമൈനിയാണ്. ആ ഖൊമൈനിയുടെ അനുഗ്രഹാശസ്ത്രങ്ങളോടെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ.
ആ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ജയിക്കും, ഒന്നുകിൽ ഒരു പരിഷ്കരണവാദി സ്ഥാനാർത്ഥി ജയിക്കും, അന്ന് മുഹമ്മദ് ഖാത്തമയെ പോലെ. ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ എന്ന പരിഷ്കരണവാദി, പുരോഗമനവാദിയാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെ ആരാണ് പ്രസിഡന്റ് എന്നത് വലിയ വിഷയമല്ല. അത് ആ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ ബാപ്പു സാക്ഷി മാത്രമാണ്. അദ്ദേഹം വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. റിലിജിയസ് ഹയറാർക്കിയുടെ ക്ലറിക്സിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന്. അതുകൊണ്ട് ആ ഒരു തരം ജനാധിപത്യം, ഇറാനിലുള്ളൊരു ജനാധിപത്യത്തെ നമുക്കൊരു പ്രോപ്പർ ഡെമോക്രസി എന്ന് കരുതാനാവില്ല. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ജനാധിപത്യപരമായ ഒരു ഭരണമാറ്റം നടക്കില്ല. ബാലറ്റ് പേപ്പറിലൂടെ പരമാവധി സാധിക്കുന്നത് മസൂദ് പെസഷ്കിയാൻ മാറിയാൽ അദ്ദേഹത്തെ പോലെ മറ്റൊരു പരിഷ്കരണവാദി അവിടെ ഇരിക്കും. ആ പരിഷ്കരണവാദി ഇരിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി ഇറാൻ്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ പിന്നെ ഏക മാർഗം ഒരു റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി പ്രസൻറ്റ് ലീഡർഷിപ്പ്. ആ പ്രസൻറ്റ് ലീഡർഷിപ്പിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 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 ഒളിഗാർക്കി ഉണ്ട്. അത് പരിഷ്കരണവാദികളാണെങ്കിലും ശരി, അല്ലാതെ യാഥാർത്ഥികരാണെങ്കിലും ശരി, അതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ അവരെല്ലാം തന്നെ ഈ റിലിജിയസ് ഹയറാർക്കിയെ കുമ്പിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അവരെ കൊണ്ട് ചേഞ്ച് കൊണ്ടുവരാൻ ആവില്ല. രണ്ടാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് ആർമിക്കുള്ളിലും റെവല്യൂഷണറി കോപ്സ്, അല്ലെ IRGC, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ്, അപ്പം വിപ്ലവ ഗാർഡുകൾ, അതാണ് എലീറ്റ് സൈനിക വിഭാഗം. അതിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ തന്നെ അയത്തുള്ള അലി ഖൊമേനിയുടെ ഇഷ്ടക്കാരെ കുത്തി നിറച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരിൽ ചിലരെല്ലാം എന്തോ സൈനിക അട്ടിമറി ഉണ്ടാവില്ല. സൈനിക അട്ടിമറി കൊണ്ട് മാത്രം കാര്യമില്ല. താഴെ തട്ടിൽ അട്ടിമറിക്കണമെങ്കിൽ അതിനകത്ത് വിരുദ്ധ ചിന്താഗതിയുള്ളവരുണ്ടാകണമല്ലോ. പക്ഷെ ഇസ്രായേൽ വളരെ തന്ത്രപരമായി സൈന്യത്തിനുള്ളിൽ, IRGCക്കുള്ളിൽ ഇസ്രയേലിന്റെ മോസദിന്റെ ഏജന്റുകൾ കടന്നുകൂടി. അവരാരും ജൂതന്മാരല്ലെന്ന് ഓർക്കണം, അവർ ഇറാനിയൻസ് തന്നെയാണ്. അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവരുടെ ജനറൽമാരെയും കമാൻഡർമാരെയും ഒക്കെ വധിക്കാൻ കഴിഞ്ഞത്. അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ വലിയ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി കാണാം. അത് ഒരു സൂചനയാണ്. മൂന്നാമത്തേത് സമ്പൂർണ്ണ ലീഡർഷിപ്പ്. അതാണ് അയത്തുള്ള ഖൊമേനി നയിക്കുന്ന, അലി ഖൊമേനി നയിക്കുന്ന ആ ഒരു റിലിജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിനെ തകർക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. ആ ഘട്ടത്തിലേക്ക് ഇസ്രായേൽ അടുത്തതാണ്. അതിലേക്ക് വന്നപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അത് അപകടമാണ്, അതിപ്പോൾ വേണ്ട, വേണ്ട എന്നല്ല ഇപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. അങ്ങനെ അമേരിക്ക പറഞ്ഞുവോ? ഡിബേറ്റബിൾ പോയിൻ്റാണ്. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കാനുള്ള സാധ്യത കാണുന്നു. അല്ല എങ്കിൽ ഈ ഒരു റൗണ്ട് ഓഫ് അറ്റാക്കിൽ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖൊമേനിക്കും ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഇനി ആരും ചിന്തിക്കാത്ത ഒരു കാര്യം, സാധാരണ പൊതുവേ നമ്മുടെ മനസ്സിൽ വരാത്തൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് അത് കാണാതിരിക്കാനാവില്ല, ഇസ്രായേലിന് അത് കാണാതിരിക്കാനാവില്ല. ആയത്തുള്ള ഖൊമേനി നയിക്കുന്ന സംവിധാനം താഴെ പോകുന്നു എന്ന് കരുതുക. അതിനുശേഷം വരാൻ പോകുന്നത് എന്താണ്? ടോട്ടൽ മെയ്ഹമായിരിക്കാം. ഒരുപക്ഷെ ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കിയപ്പോൾ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകൾ, ISISൻ്റെയോ അല്ലെങ്കിൽ അൽ ഖൈദയുടെയോ മാതൃകയിലുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഷിയ മിലിഷ്യകൾ അതിൽ അധികാര ഘടനയിൽ ഏറ്റെടുക്കുകയും ചന്നം പിന്നം ചിതറുകയും ചെയ്താൽ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതിന് സമാനമായ ഒരു സാഹചര്യം സംഭവിക്കുന്നത് ചിന്തിക്കാനേ കഴിയില്ല. അതുകൊണ്ട് സദ്ദാം ഹുസൈനെ എന്തിനു മാറ്റി എന്ന ചോദ്യം ഇപ്പോഴും റെലവൻ്റ് ആണ്. അമേരിക്ക എന്തുകൊണ്ട് സദ്ദാം ഹുസൈനെതിരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നില്ല. സദ്ദാം ഹുസൈൻ രാസായുധങ്ങളുണ്ട്, ജൈവായുധങ്ങളുണ്ട്, അതീവ വിനാശകാരികളായ ആയുധങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ അവസാനം പരിശോധിച്ച് വന്നപ്പോൾ ആടുമില്ല, ആട് കിടന്നിടത്ത് പൂടയുമില്ല എന്ന അവസ്ഥയാണ് ഇവിടെ. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ ഡീപ്ലി എൻട്രച്ച്ഡ് ആണ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയിൽ പുതിയൊരു ഭരണകൂടം, ഇസ്രായേൽ അനുകൂല, അമേരിക്കൻ അനുകൂല ഭരണകൂടം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ഉറപ്പില്ല എങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തി, പരമാവധി ദുർബലപ്പെടുത്തി നിർത്തുക. അങ്ങനെ ഇറാൻ ഒരു ത്രെട്ടായി സൗദി അറേബ്യക്ക് ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്, എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകൾ പറഞ്ഞ കൃത്യമായ നിരീക്ഷണങ്ങൾ തന്നെയാണ്. ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല ത്രെട്ട്, സൗദി അറേബ്യക്ക് വളരെ വലിയ ഭീഷണിയാണ് ഇറാൻ. അത് ഷിയാ സുന്നി പ്രശ്നം മാത്രമല്ല,
എണ്ണയുടെ മേലുള്ള നിയന്ത്രണം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളാണ്, വളരെ സങ്കീർണമാണ്. ഒരൊറ്റ രാജ്യത്തിന് അറബി മേഖലയിലെ പ്രത്യേകിച്ച് GCC ബെൽറ്റിലെ ഒരൊറ്റ രാജ്യവും ഉള്ളിൻ്റെ ഉള്ളിൽ ഇറാനെ അംഗീകരിക്കുന്നവരില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണ്, പരസ്യമായിട്ട് പറയുന്നത് എന്താണ്, ഇസ്രയേലെ തെമ്മാടി രാജ്യമാണ്, കാടൻ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രസ്താവന സാഹിത്യമല്ലാതെ ഒരു ചെറു വിരൽ അവർ ഇറാന് അനുകൂലമായി അനക്കിയിട്ടില്ല, ഇനിയും അനക്കാൻ പോകുന്നില്ല. അവരെല്ലാം അമേരിക്കൻ സംരക്ഷണയിൽ അങ്ങനെ വളരെ സുഖമായി വാണരളുകയാണ്. കാരണം അവരുടെ ജനത ഒരു പക്ഷേ മാറി ചിന്തിക്കുന്നുണ്ടാവാം, പക്ഷേ ഭരണകൂടങ്ങൾ പൂർണ്ണമായി അമേരിക്കയുടെ സ്കീമിനോടൊപ്പം നിൽക്കുകയാണ്. അതിനർത്ഥം ആത്യന്തികമായി ഇസ്രയേലി സ്കീം ഓഫ് തിങ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇറാൻ ഇപ്പോൾ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്, പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പാകിസ്ഥാൻ്റെ സഹായം. ഇത് അമേരിക്ക മുൻകൂട്ടി കണ്ടു. അപ്പോൾ ഇറാൻ്റെ റിപ്പബ്ലിക്കൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ IRGCയുടെ ഒരു കമാൻഡർ കഴിഞ്ഞ ദിവസം ഒരു അബദ്ധ പ്രസ്താവന നടത്തി. അതിൻ്റെ ഖസാനയുടെ ഉള്ളടക്കിയത് അത് മൗസിം റൈസി, അദ്ദേഹം ജനറൽ മൗസിം റൈസി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഞങ്ങൾ ഒരുപക്ഷെ ആണവ യുദ്ധത്തിന് ഇരയായേക്കാം, ഇസ്രയേൽ ഒരുപക്ഷെ ഇറാനെ ആണവമായി ആക്രമിച്ചേക്കാം, പക്ഷെ ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ ആണവമായി ആക്രമിച്ചാൽ ആണവ മിസൈൽ കൊണ്ട് പാകിസ്ഥാൻ പ്രതികരിക്കും ഇസ്രയേലിനെതിരെ. ഇത്ര അടിയാണ് അടിച്ചിരിക്കുന്നത്. പാകിസ്ഥാനോട് ചോദിച്ചപ്പം തമ്പുരാനെ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതിങ്ങനെ ഇറാൻ്റെ അകത്തുനിന്ന് തട്ടിവിടുകയാണ്. പക്ഷേ ഇത് വളരെ തീരെ തുച്ഛീകരിച്ചത് കാണരുതെന്ന് ഓർക്കണം. കാരണം പാകിസ്ഥാന് എന്തെങ്കിലും നിലയും വിലയും ഇപ്പോൾ ആകെപ്പാട് ഇന്ത്യയുമായി യുദ്ധത്തിന് പോയി, അല്ലെങ്കിൽ ആ പോരാട്ടത്തിന് പോയി, പഹൽഗാമിന് ചൊറിയാൻ വന്ന് അവസാനം പരമാവധി കിട്ടി പാതങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് വാലിൽ കുത്തിയെങ്കിലും ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ഒരു തിണ്ണമെടുക്ക് കാണിച്ചെങ്കിലേ പറ്റൂ, സ്വല്പം പേശീബലം കാണിച്ചെങ്കിലേ പറ്റൂ. അതൊരു ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്ലാമിക് ബോംബ്. ഇസ്ലാമിക രാജ്യങ്ങൾ ഏതെങ്കിലും ആക്രമണ വിധേയമാവുകയാണെങ്കിൽ നമ്മൾക്ക് പ്രതികരിക്കണമെങ്കിൽ നമ്മുടെ എന്നും കയ്യിൽ ആണവ ബോംബുകളില്ല. ക്രിസ്ത്യൻ വേൾഡിൻ്റെ കയ്യിൽ ആണവ ബോംബുണ്ട്, കൊറിയയുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് വി ഷുഡ് മേക്ക് എ ബോംബ്, വി വിൽ കോൾ ഇറ്റ് ഇസ്ലാമിക് ബോംബ്. ആ ഒരു കാര്യം പാകിസ്ഥാനിൽ ഇപ്പോൾ അടക്കം പറയുന്നുണ്ട്. ഇറാൻ ഒരു പ്രതിസന്ധി നേരിടുന്നു. ഇറാനുമായി നമ്മൾക്ക് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ചില മൂപ്പിളമ തർക്കങ്ങളൊക്കെ ഉണ്ട്, അതിർത്തി തർക്കങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മുട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ വൈപ്ഡ് ഔട്ട് ആകുന്ന ഘട്ടം വന്നാൽ നമ്മൾ ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കണം എന്ന ഒരു ചിന്ത. കാരണം ഇന്ത്യയും ഇസ്രയേലിനെയും ബ്രാക്കറ്റ് ചെയ്ത് തന്നെയാണ് പാകിസ്ഥാൻ കാണുന്നത്. ആ ഒരു രീതിയിലുള്ള ചിന്ത പാകിസ്ഥാനിൽ വരുന്നു. അതൊരു പക്ഷേ പാകിസ്ഥാൻ ഒരു വിലയും നിലയും അറബ് രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഇസ്ലാമിക ലോകത്തൊരു വിലയും നിലയും ഉണ്ടാകാനുള്ള അവസാന അടവ് എന്ന നിലയിലല്ലാതെ അതിനെ വളരെ ഗൗരവമായിട്ട് നമുക്ക് കാണാനാവില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഇസ്രയേലിന് രണ്ട് തലത്തിൽ യുദ്ധം ചെയ്യേണ്ടത്. അവിടെയാണ് ഇന്ത്യക്ക് ആത്യന്തികമായി ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് ചെല്ലുകയും അമേരിക്ക ഇടപെടുന്നില്ല, ചൈന ഇടപെടുന്നില്ല, റഷ്യ ഇടപെടുന്നില്ല. റഷ്യയും ചൈനയും ഇറാൻ അനുകൂലമായിട്ടോ അമേരിക്ക ഇസ്രായേൽ അനുകൂലമായിട്ടോ ഇടപെടാതിരിക്കുകയും പാകിസ്ഥാൻ ഏതെങ്കിലും കാരണവശാൽ ഇസ്രയേലിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ളൊരു നീക്കം, ആണവമായി പോലും നീക്കം നടത്തിയാൽ ഇന്ത്യക്ക് അത് തീർച്ചയായും ആ സമയത്ത് ഇന്ത്യ ഈ സംഘർഷത്തിലേക്ക് മടിച്ചെങ്കിലും വരേണ്ടി വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത് അവസാനിച്ചില്ല എങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാനാവാത്ത ഡയമെൻഷൻസ് വരും. ആ ഡയമെൻഷൻസ് വരാതിരിക്കാനുള്ള പ്രധാന ഉപാധി, 1, ഇറാൻ ഷുഡ് സേ ഗുഡ് ബൈ ടു ദ ന്യൂക്ലിയർ പ്രോഗ്രാം. വേണമെങ്കിൽ ചെറിയ രീതിയിൽ സമ്പുഷ്ടീകരണമാകാം, അല്ല എങ്കിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പോലെ റെജീം ചേഞ്ച് വിത്ത് എ ക്ലിയർ പോളിസി ഒരു ഭാവി നേതൃത്വം കണ്ടുവെക്കണം. ആ ഭാവി നേതൃത്വം ഈ ഗവൺമെൻറ് താഴെ വീണാൽ അധികാരം ഏറ്റെടുക്കാൻ കഴിയണം. രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ കഴിയണം. ഗതകാല പ്രതാപത്തിലേക്ക്, ഇറാൻ്റെ മുൻകാലത്തെ പ്രതാപകാലത്തേക്ക് പോകാൻ കഴിയണം. കാരണം അവരൊരു ചെറിയ ജനതയല്ല, പേർഷ്യൻസ് ആണ്. അവർ ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ്. BC കാലത്ത് തന്നെ, നെബൂഖദ്നേസറിന്റെ കാലത്തെ ബാബിലോൺ, അല്ലെങ്കിൽ വലിയ ഈ പറയുന്ന സൈറസ് ദ ഗ്രേറ്റിന്റെ കാലത്തെ പേർഷ്യ,
ആ ഒരു കാലത്തേക്ക് പേർഷ്യ ലോകത്തെ 1-ാം നമ്പർ ശക്തിയായിരുന്നു. ആ ഒരു സിവിലൈസേഷണൽ ഒരു ത്രെഡ് താഴെ തലമുറയിലേക്ക് വരുന്നു. അതൊരു ഇസ്ലാമികവൽക്കരണം കൊണ്ടോ കുറേ റിലീജിയസ് ക്ലർക്കോ അയത്തുള്ള വിചാരിച്ചാൽ നഷ്ടപ്പെടുത്താവുന്നതല്ല ഇറാൻ്റെ മഹത്വം. അതുകൊണ്ട് ആ ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു റൈസിങ് ആവശ്യമാണ്. അത് സാധ്യമാകുന്ന രീതിയിൽ ഒരുപക്ഷെ പരമാവധി ആ സിസ്റ്റം സാഹചര്യങ്ങൾ വഷളാവുകയും ജനത്തിനെ പൊറുതി മുട്ടിയിരിക്കും. എല്ലാ വിപ്ലവങ്ങളും അങ്ങനെയാണ് സംഭവിച്ചത്. ജനം പരമാവധി, ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലും റഷ്യൻ വിപ്ലവമാണെങ്കിലും ശരി, ജനം പരമാവധി പൊറുതി മുട്ടുമ്പോൾ എ കൗണ്ടർ റെവല്യൂഷൻ, ഇസ്ലാമിക വിപ്ലവത്തിനെതിരെയുള്ള ഒരു കൗണ്ടർ റെവല്യൂഷൻ, ഓൾ എൻകാമ്പസിങ് കൗണ്ടർ റെവല്യൂഷൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുക. അത് ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങൾ ഒരുങ്ങാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. അമേരിക്ക അതുകൊണ്ടാണ് മൗനമായിരിക്കുന്നത്. അമേരിക്കയും അത് മനസ്സിലാക്കുന്നു. അവിടെ റെജീം ചേഞ്ചിലേക്ക് തന്നെയാണ് ആത്യന്തികമായി നീക്കുന്നത്. പക്ഷേ അത് സുഗമമല്ല എന്നുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ശ്രീ ഒ അബ്ദുള്ള, ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്രയേലിനെ വിമർശിക്കുമ്പോഴും ആ ഖമൈനി ഒന്ന് ഇറങ്ങിപ്പോകുന്നത് നന്നായിരിക്കും എന്ന ഒരാഗ്രഹം താങ്കൾക്ക് ഉണ്ടാവില്ലേ? നോക്കൂ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ ഇസ്രയേലിലെ സിംഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു, ഒപ്പം ഇറാനിലെ സിംഹങ്ങളും ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ആദ്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളതിന് പകരം പുറത്തിൻ്റെ പുറത്ത് നിന്ന് വരണം. സന്തോഷം. ഈ കാര്യത്തിലൊന്നും ഒരു മറച്ചു കെട്ടലില്ല. ഞാൻ വളരെ തുറന്നാണ് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് എനിക്ക് ഉള്ളിനുള്ളിലൊന്നും ആക്കേണ്ടതില്ല. ഇസ്ലാമിക ഉഖുവത്ത്, പാൻ ഇസ്ലാമിസം, ഉസ്മാനിയ കാലഘട്ടത്തിൽ താങ്കൾ ആ ചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും സുന്നി ഷിയ മുതൽക്കുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മുസ്ലിം ലോകം ഒന്നാം. അത് എവിടെയാലും, ഭൂഖണ്ഡങ്ങൾ എവിടെയാലും ശരി, ഇസ്ലാമിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ ഒരു ആഹ്വാനമൊന്നും കൂടാതെ അത് അവർ ഒന്നിക്കും. ഈ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ആ ഖിലാഫത്ത് അസ്തമിച്ചതിന് ശേഷം ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണയൊന്നും കാണുന്നില്ലല്ലോ ഇറാന് എന്ന് പറയുന്ന ഒരു അല്ല, അതിന് സമയമായിട്ടില്ല. വിഷമത്തിൽ എത്തുമ്പോൾ അവർ ഒന്നിക്കും. ഇപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ അവർക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ വിലയിരുത്തുക. ആ വിലയിരുത്തലനുസരിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനേക്കാൾ വലിയതായ പരീക്ഷണങ്ങൾ, കുരിശുയുദ്ധം താങ്കൾക്കറിയാവുന്ന പോലെ എത്ര നൂറ്റാണ്ടാണ് നീണ്ടുന്നത്. എന്നിട്ട് പിന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിട്ടില്ലേ? കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നല്ലല്ലോ. അറബിയിലെ പ്രയോഗമുണ്ട്, ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുന്നു. കർബല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ അവിടെ യൂഫ്രട്ടീസ് ടൈഗ്രസ് നദി തീരത്ത് വെച്ച് പിടിച്ച് അദ്ദേഹത്തെയും 72 അനുയായികളെ കൊന്നു കളഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇസ്ലാം അതോടുകൂടി അവസാനിക്കേണ്ടതാണ്. ഇസ്ലാം കൂടുതൽ ശക്തിപ്പെടുക ചെയ്തത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് 2-3 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി ഇന്ത്യയിൽ പൊളിച്ചു. ലോകത്തെവിടെയും സംഭവിക്കാത്ത ഒന്നാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു കൂട്ടരുടെ ആരാധനാലയങ്ങളെ മറ്റൊരു കൂട്ടർ ചെന്നിട്ട് തച്ച് പൊളിക്കുക എന്നത് ഭരണകൂടം നോക്കിക്കാം. പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ നമസ്കാരം നടക്കുന്നില്ലേ? 100 ബാബരി മസ്ജിദുകളാണ് ഉണ്ടായത്, 100 ഉടനെ തന്നെ. അത് ശക്തിപ്പെടുകയേ ചെയ്യുള്ളൂ. ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി മതമാണ്, ദൈവം കനിഞ്ഞരുളുകയാണ്. അതിൻ്റെ വ്യവസ്ഥകൾ താങ്കൾക്കടക്കം സ്വീകരിക്കാവുന്നതും യോജിക്കാവുന്നതുമായ വളരെ സുന്ദരമായ ആശയങ്ങളാണ്. അതല്ലാത്ത അതിനൊരു വെല്ലുവിളി വേറെ ഇതാ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുസ്ലിം കുടിയേറ്റങ്ങൾ നിരോധിക്കുന്നതിൻ്റെ പേരിൽ അറിയാം. അവിടെ അഭയാർത്ഥികൾ അധികം ഉണ്ടായതുകൊണ്ടല്ല, അവർക്ക് ഒരു ആശയം, ഇസ്ലാം മതം എന്ന് പറയുന്ന ആശയം, അതിലേക്ക് വലിയ തോതിൽ അവിടെ ഉള്ളവർ ആകൃഷ്ടരാകുക. 2050 ആകുമ്പോഴേക്ക് ലോകത്തിൻ്റെ മതം ഇസ്ലാം ആകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രസവിച്ച് കൂട്ടിയിട്ടല്ല, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഖുർആൻ നേരത്തെ പ്രവചിക്കുന്നുണ്ട്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതായ ഒരു ഘട്ടം അതിനീ കണ്ടാൽ ഫസബ്ബ്, ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത്. അങ്ങനത്തെ ഒന്നാണ് അതിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതുവരെയുള്ളതിന് ആകപ്പാടെ ഞാൻ പറയാം, ഈ ചെറിയ ഇമ്പാച്ചെന്ന് കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ പേടിക്കില്ല. മുസ്ലിങ്ങൾ വളരെ അവർക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം ഏതെങ്കിലും ലോകമതപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ചാനൽ ചർച്ചകളിലാവട്ടെ മറ്റെവിടെയാവട്ടെ ഇസ്ലാം എന്ന് പറയുന്നൊരു മതം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂല്ലോ. ഹിന്ദു മത സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു,
അവരുടെ വിവാഹ സാധ്യതകൾ ഇങ്ങനെ നിഷേധിക്കുന്നു, അവരുടെ മറ്റേ ഇതൊത്തണോ ജാതകത്വോ ഇതൊത്തോ നോക്കിയിട്ട് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇസ്ലാമിൻ്റെതല്ലേ നിങ്ങളിപ്പോൾ താങ്കൾ നേരത്തെ ചർച്ചയിൽ അത്രമാത്രം നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇസ്ലാമിന് എന്ത് പറ്റാനാ? നെഗറ്റിവിറ്റി അല്ല, ഒക്കെ പോസിറ്റിവിറ്റിയാ. താങ്കളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ദുബായ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എല്ലാത്തരം സംസ്കൃത അസംസ്കൃത സാധനങ്ങൾ വന്ന് കൊട്ടുന്ന സ്ഥലമാണ് ദുബായ്. എല്ലാവിധ നേരത്തെ ഞാൻ പറയുന്നുള്ളൂ. അവിടെ രാത്രി 2 മണിക്ക് ഒരു വാക്ക് 2 മണിക്ക് പെൺകുട്ടികൾ കൈവീശി അവർ പോകുന്നു. ഒരു ബലാത്സംഗം നടക്കുന്നുണ്ടാവും, ഒരു പിടിച്ചുപറിയാണ് നടക്കുന്നുണ്ടാവും. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പിടിച്ചു വരിക്കുന്നവരും ബലാത്സംഗക്കാരും ആണ് അങ്ങോട്ട് അവിടെ പോകുന്നവർ അധികവും. അവരവിടെ എത്തിയിട്ട് കാം ആൻഡ് ക്വൈറ്റ് വളരെ ശാന്തരായിട്ട് പെരുമാറുന്നു. എന്താ കാരണം? ഇസ്ലാമിൻ്റെ ആ സുതാര്യതയും ശിക്ഷാവിധികളൊക്കെ അവർക്കൊക്കെ മനസ്സിലാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിന് അങ്ങനെ വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് മേലെ വേറൊന്നും വരില്ല. അത് അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഒന്നും ആ രീതിയിൽ താങ്കൾ അതിനെ കൂട്ടിക്കെട്ടണ്ട. എങ്ങനെ അല്ല, എന്നാലും ഞാൻ പറയണ്ട, കേരളത്തിൻ്റെ ഭാഗമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപിൽ 100% മുസ്ലിങ്ങളാണ്. അവിടെ എവിടെയെങ്കിലും ഒരു ബലാത്സംഗം, ഒരു ആത്മഹത്യ, ഒരു പീഡനം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? താങ്കളൊന്ന് ആലോചിക്ക്. നമ്മളൊരു പരിച്ഛേദമാണല്ലോ അവർ. കേരളത്തിൽ അത് നടക്കാത്ത ദിവസങ്ങളുണ്ടോ? ബലാത്സംഗങ്ങൾ, പിന്നെ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ ഇതെല്ലാം നടക്കുന്നില്ലോ. മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന അവിടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ആ വിശ്വാസം അത്രക്ക് ഭദ്രമാണ്, അത്രത്തോളം സുതാര്യമാണ്. താങ്കൾ ഞാൻ ഇതിലേക്ക് പലവട്ടം ക്ഷണിച്ച അപ്പോഴും ക്ഷണിക്കുക. ഇത് വന്നാൽ ഇതിനൊരു നിർവൃതിയാണ്. ഒരു തെറ്റ് ചെയ്യാൻ തോന്നൂല. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങും. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി ഇസ്ലാം അങ്ങനാവും ഇങ്ങനാവും. ഒരു പെണ്ണ് പർദ്ദ കത്തിച്ച്, വലിയ ഉദാഹരണം, പർദ്ദ കത്തിച്ചത് അല്ലെ മറ്റൊന്ന് കൈവെട്ടിയത്, 51 വെട്ട് CPM-കാരനെ വെട്ടിയിട്ട് 51 വെട്ടി നിങ്ങൾ ഒരിക്കലും ഉദ്ധരിക്കില്ലല്ലോ. ഒരു കൈവെട്ട് നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാത്ത സമയമുണ്ടാവും. അതേ അവസരത്തിൽ ഈ 51 വെട്ട് ഉണ്ടായതല്ലേ കേരളത്തിൽ? എന്താ അത് നിങ്ങൾ ഉദാഹരണം പറയാം? ആ കൈവെട്ടിനൊന്നും ന്യായീകരിക്കാതെ നിയോഗിച്ചല്ലേ ഈ മനുഷ്യനെ പോയിട്ട് ഒരു നമ്മളാരും ആഗ്രഹിക്കാത്ത നടന്നത്. വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാനെ ന്യായീകരിക്കല്ല. 51 വെട്ടി നിങ്ങൾ ഒന്നും പറയുന്നില്ല. ആര് പറഞ്ഞു? ഒരു വെട്ടി നിങ്ങൾ വല്ലാതെ 51 വെട്ടൊക്കെ എത്ര തവണ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ കേട്ടില്ല? ഒരു വെട്ടിനെയും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഒരു വെട്ടിനെയും, അത് ആര് വെട്ടിയാലും CPM വെട്ടിയാലും ലീഗ് വെട്ടിയാലും PFI-കാരൻ വെട്ടിയാലും ആര് വെട്ടിയാലും അതിനെ ന്യായീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല ഒരിക്കലും. PFI-കാരനൊന്നും ആരും വെട്ടമല്ലോ. അല്ല, പക്ഷെ എന്നാലും ഉദ്ധരിക്കലെപ്പോഴും ആ കൈവെട്ട് മറ്റേ മറ്റേ മാഷ കൈവെട്ട് എന്നുള്ളത് എപ്പോഴും പറയും. ആ ചാൾസ് നമുക്ക് ഇറാനിലേക്ക് വരാം. വിപ്ലവത്തിലാണ്. ഞാനും വരാം. അതെ, ആത്യന്തിക വിജയം ഇറാന്റേതാണെന്നാണ് താങ്കൾ പറയുന്നത്. ആത്യന്തിക വിജയം ഇറാന്റേതാണ്. അല്ല, ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. റഷ്യയും ചൈനയും പോലും ഇറാനെ കൈവിട്ടു. സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നവരെല്ലാം ഇറാനെ കൈവിട്ടു. ഒരു കാര്യത്തിൽ 1979 നടന്ന ഒരു കാര്യത്തിൽ മാത്രം ഖമീനിയെ ഒന്ന് ആദരിക്കണമെന്ന് തോന്നുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം കൂട്ടക്കൊല ചെയ്തതിൽ ഇറാൻ ഭരണകൂടത്തിനെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒന്ന് അഭിനന്ദിക്കുന്നു, 50 വർഷത്തിന് ശേഷം. ആ ഒരു കാര്യത്തിൽ മാത്രം. അതുപോലെ ബംഗ്ലാദേശിലും വിപ്ലവം നടന്നപ്പം ആദ്യം ലോക്കൽ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്നിടത്തെല്ലാം ആദ്യം ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിക്കൊല്ല എന്നുള്ളതാണ്. ഈ മത്തി അയലയൊക്കെ വറക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഇറാനിലെ ഭരണകൂടം അവിടുത്തെ മെയിൻ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം 79 കൊന്ന് നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, നെറ്റി കിടപ്പുണ്ട്. അതാണ് ഇപ്പോഴും നാണം കെട്ട് കേരളത്തിലെ താങ്കളോട് പറഞ്ഞു. അത് പറ, ഇത് പറയും, ഇത് പറയും. അവിടെ പിന്നെ ബുദ്ധന്മാരുടെ റവല്യൂഷൻ. എന്റെ വായിലിരിക്കുന്നത് കേൾക്കല്ല. അവിടെ പിന്നെ ബുദ്ധൻ റവല്യൂഷൻ ആയിരുന്നു. ചുമ്മാ ഉടക്കുണ്ടാക്കരുത്. ലോകത്തിന്റെ മുമ്പിൽ നടന്ന കാര്യമാണ് ബംഗ്ലാദേശിലെ റവല്യൂഷൻ. ഇസ്ലാമിക റവല്യൂഷൻ തന്നെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇവ മണ്ടത്തരം പറയാതെ
ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത്, ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത്. ഇപ്പൊ പകലാണെന്നൊന്നും പറയരുത്, ഇപ്പൊ പകലാണെന്നൊന്നും പറയരുത്. അത്ര വലിയ അല്ലല്ല, അത്ര വലിയ വേഷം കിട്ടൊന്നും വേണ്ട. അതൊക്കെ വീഡിയോ വെച്ചാൽ മതി. വേഷം കിട്ടുന്ന വീഡിയോ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ആ വീഡിയോ വെച്ചാൽ മതി. എന്നോട് വേണ്ട, പെരട്ടലും മനവശലൊന്നും എന്നോട് വേണ്ട. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പഞ്ഞത്തരമാണ്. അവിടുത്തെ ഹസീനയെ പുറത്താക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞപ്പോ ഞാൻ ക്ഷോഭം വെടിയുക, നമുക്ക് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാം പ്ലീസ്. ക്ഷോഭം വെടിയാം. ഈ കാലഘട്ടത്തിൽ നാട്ടുകാർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ബംഗ്ലാദേശിൽ എന്താ ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളുടെ അരിവസ്ത്രവുമായിട്ട് ഡാക്കയുടെ തെരുവിൽ കൂടെ നടക്കുന്നത്, പിള്ളേര് സ്ത്രീകളുടെ അരിവസ്ത്രവുമായിട്ട് നടക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. ചിട്ടി കമ്പനി യൂണിസിനെ പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളുടെ ഇവരെന്ത് വൃത്തികേട പറയുന്നത്? ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചതൊന്ന് റിവൈൻഡ് ചെയ്ത് നന്നായിരിക്കും ശ്രീ അബ്ദുള്ള. ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചതൊന്ന് റിവൈൻഡ് ചെയ്ത് നന്നായിരിക്കും. നരേന്ദ്രമോദി ഇന്ത്യ. രാജൻ ജോസഫ്, നമുക്ക് ഇറാനിലേക്ക് വരാം. കാട് കയറിപ്പോയി, നമുക്ക് ഇറാനിലേക്ക് തിരിച്ചു വരാം. എന്ത് സംഭവിക്കും വരും നാളുകളിൽ? അല്ല, ഇറാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പോകുന്ന വഴിക്കൊന്ന് 1-2 സ്ഥലത്ത് ഇറങ്ങേണ്ടതുണ്ട്. അത് പിന്നെ നിർബന്ധപൂർവ്വം അങ്ങനെ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതാണ്. ഒരു റൗണ്ട് ട്രിപ്പേ അടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളൊരു ചർച്ചയ്ക്കകത്തിരിക്കുമ്പം നമ്മൾ പിന്നെ ഇപ്പോൾ അബ്ദുള്ള സാഹിബിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഇതിനേക്കാൾ മോശമായ രീതിയിൽ ചിലപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നിയമസഭയ്ക്കകത്തും പുറത്തും പൊതുസമ്മേളനങ്ങളിലും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ പ്രയോഗങ്ങൾ നടത്തും. പക്ഷേ ഒരുമിച്ച് വേദി പങ്കിടുന്ന സമയത്ത് പരസ്പര മര്യാദ കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പോലെ നമ്മളുടെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരു പിതാവിൻ്റെ പ്രായമുള്ള വാപ്പാൻ്റെ പ്രായമുള്ള ആളാണെന്നുള്ള ഇത് വെച്ചിട്ട് പോടാ എടാ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന വാക്കുകളോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുള്ളത്, ആ വിയോജിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇനി അബ്ദുള്ള സാഹിബ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അബ്ദുള്ള സാഹിബ് പറഞ്ഞത്, ഒന്ന് പിന്നെ ബാബറി മസ്ജിദ് പൊളിച്ചു, ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് തെറ്റാ. ഇന്ത്യയിൽ വേറെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ടെന്നേ. അത് ഹാഗിയ സോഫിയ തൊട്ട് അത് പിന്നെ പൊളിക്കലല്ല, കയ്യേറലാണ്. അത് പിന്നെ ഇവിടെ ശ്രീലങ്കയിൽ ചർച്ചിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നെ സ്ഫോടനം നടത്തി. അതേപോലെ തന്നെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധവിഹാരങ്ങളൊക്കെ ആദ്യം താലിബാൻ വന്നപ്പോൾ അത് പിന്നെ ബുദ്ധ പ്രതിമകൾ വരെ തകർക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരുപാട് പിന്നെ ക്ഷേത്രങ്ങളെ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അബ്ദുള്ള സാഹിബ് മനസ്സിലാക്കണം. അതേസമയം ഇന്ത്യയിൽ വേറെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഗൾ ആധിപത്യകാലത്ത് നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ ഭാരതത്തിൽ ബാബറി മസ്ജിദ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതങ്ങനെ. 2, മൈഗ്രേഷനെ കുറിച്ച് അബ്ദുള്ള സാഹിബ് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ആളുകളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഗൾഫ് രാജ്യങ്ങളിൽ പല GCC കൺട്രീസും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരെന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനികൾക്ക് പുതിയ വിസ ഇഷ്യൂ ചെയ്യാത്തത്? അവരെന്തുകൊണ്ടാണ് ബംഗ്ലാദേശികൾക്ക് പുതിയ വിസ ഇഷ്യൂ ചെയ്യാത്തത്? മുസ്ലിങ്ങളാണല്ലോ വരാനുള്ളത്. പുതിയ വിസ, നിലവിലുള്ള വിസ പുതുക്കി കൊടുക്കുന്നുള്ളൂ. അത് തന്നെ അഫ്ഗാനിസ്ഥാനികൾക്ക് പലർക്കും റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ. അതെന്തുകൊണ്ടാണ്? അത് പരിശോധിച്ച് നോക്കി. ഞാൻ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അബ്ദുള്ള സാഹിബിന് അറിയാലോ, നല്ല ഈ അറബ് രാജ്യങ്ങളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ കാരണം അതില്ലാത്ത ആളുകൾ പോലും സംശയത്തിൻ്റെ നടലില്ല. അപ്പോൾ UK കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അത് പിന്നെ അവിടെ ഈ പാകിസ്ഥാൻ പിന്നെ വംശജരായിട്ടുള്ള ആളുകൾ ഈ ഒരു അവരെ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങോട്ട് കുടിയേറുന്നത്. അവിടെ ചെന്നിട്ട് അഭയം കൊടുത്ത രാജ്യത്ത് പോയിട്ട് ഓലെടുത്ത് സ്വീപ്പുണ്ടാക്കാൻ പോവുക. നമുക്കറിയാലോ പാരീസിൽ സ്ഫോടനം നടത്തിയത്. ഇവിടെ പിന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി കാണുന്ന വഞ്ചിയിലും തോണിയിലും ഒക്കെ കയറിയിട്ട് ഓരോ തുറമുഖത്ത് പോയപ്പോൾ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ അഭയം കൊടുത്തോ? ഇല്ല.
കാരണം പാൽ കൊടുക്കുന്നത് വിഷപ്പാമ്പുകൾക്കാണെന്നുള്ള പേടിയുണ്ട്. കാരണം ഓൾക്ക് അഭയം കൊടുത്തിട്ടുള്ള മ്യാൻമാറിൽ കലാപുണ്ടാക്കിയതാ, അതുകൊണ്ടാണ്. പക്ഷേ അതിന് വൈരകളായത് പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും പിന്നെ കടലിൽ തോണി തകർന്ന് ഒരു തീരത്തും അടുക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു ഒരു കുഞ്ഞ് കരക്കടിഞ്ഞതിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, ചങ്കു പൊട്ടിപ്പോണ ചിത്രങ്ങൾ. അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരും കൂടി അനുഭവിച്ചു. വേണ്ട, അന്ന് ലോകത്തിൻ്റെ വാതിൽ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ മുമ്പിൽ തുറന്നിടണമെന്ന് പറഞ്ഞത് അടുത്തിടെ അന്തരിച്ച മുൻ മാർപ്പാപ്പയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് നമ്മൾ പറഞ്ഞത്. പാരീസിലൊക്കെ നടത്തിയിട്ടുള്ള പോയിട്ട് ബോംബ് സ്ഫോടനം നടത്തി. അതിനുശേഷമാണ് ഇവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. പുതിയ ആയിട്ട് അവിടേക്ക് പിന്നെ ഈ അവിടെ പിന്നെ എന്താ പറയുക, പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകൾ തള്ളിക്കളയുന്നു. ഫാക്റ്റാണ്. അതിൻ്റെ കാര്യം എന്താ? എന്തുകൊണ്ടാണ് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇറാനികൾക്ക് പുതിയ വിസകൾ ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ആരാ ഈ തലയിലെടുത്തിട്ട് ഇമാരി പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ ആലോചിക്കുക? പിന്നെ ഇസ്ലാമിക നിയമങ്ങളാണോ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും നടപ്പിലാവുന്നത്? ഇസ്ലാമിക നിയമം മഹത്തരമാണ് എന്നുള്ളതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നിൻ്റെ അയൽക്കാരൻ പിന്നെ വിശന്നിരിക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതിനെ. അപ്പം അദ്ദേഹം പറഞ്ഞ ആയത്തുകളിലും അതല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളിലെയും നല്ല വശങ്ങൾ സ്വീകരിക്കുകയും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മതത്തിനകത്തുള്ളൂ. ഇപ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിനകത്തും രാമായണത്തിനകത്തും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല. സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, അതിനകത്ത് ഗുണങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലാതെ അതുകൊണ്ടായി പ്രാകൃതമായ കാലം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ബാക്കിയുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാനിലേക്ക് നമുക്കിനി തിരിച്ചു പോകാം. നമ്മൾ വഴിറ്റി ഇവർ പോയതുകൊണ്ടാണ് എനിക്ക് പോകേണ്ടി വന്നത്, നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഇറാനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊസാദ് പിന്നെ മായി എല്ലാ സമയത്തും ഇൻഫർമേഷൻ ഗാദറിങ്ങിനും മൊസാദിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ബഹ്റിനും സൗദി അറേബ്യയും UAE ഒക്കെ. സൗദി അറേബ്യ ബൃഹത്തായ ഒരു രാജ്യമാണ്. എത്നിക് കൾച്ചറിൽ ഉള്ള ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്, നമ്മളെ ഗോത്ര സംസ്കാരം വെച്ച് സൂക്ഷിക്കുന്നവർ. UAE-യിലൊന്നും അതില്ല, ബഹ്റിനിൽ അതില്ല. പക്ഷേ പിന്നെ ഖത്തറിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഇവിടെയുണ്ട്, സൗദി അറേബ്യക്കകത്തുണ്ട്. വളരെ വിസ്തൃതമായ പ്രദേശമാണ്. അവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇവരുടെ രാജഭരണത്തിനെതിരെയോ ബാക്കിയുള്ള രീതിയിലോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോബിയിങ് നടക്കുമോ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത് മൊസാദിൻ്റെ അടുത്താണ്. ലോകത്ത് സോവിയറ്റ് യൂണിയനും ഇന്ത്യയും, സോവിയറ്റ് യൂണിയനല്ല, റഷ്യയും ഇന്ത്യയും ചൈനയും പിന്നെ അമേരിക്കയ്ക്കും ഒക്കെ ശക്തമായ നമ്മുടെ റോ ഉൾപ്പെടെയുള്ള ശക്തമായ ഇൻ്റലിജൻസ് ഏജൻസികൾ ഉണ്ടാകുമ്പോൾ തന്നെയും ലോകത്തെ നമ്പർ 1 ഇൻ്റലിജൻസ് ഏജൻസി ഏതാണെന്ന് വെച്ചാൽ മൊസാദാണ്. ആ മൊസാദിനെ ബാക്കിയുള്ളവരെല്ലാം ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമ്മളുൾപ്പെടെ എനിക്ക് തോന്നുന്നത് ഈ സിന്ദൂർ ഓപ്പറേഷനൊക്കെ നടത്തുമ്പോൾ ഈ താവളങ്ങളുടെ ഡീറ്റെയിൽസ് പോലെ ചിലപ്പോൾ നമുക്ക് കൈമാറിയിട്ടുണ്ടാകുക മൊസാദ് ആയിരിക്കുമെന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കുന്നത്. പിന്നെ ഒസാമ ബിൻ ലാദനെ അയാൾ പാകിസ്ഥാനിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ ഇൻ്റലിജൻസിന് പോലും അറിവുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ മൊസാദ് കണ്ടുപിടിച്ചു, അമേരിക്കയ്ക്ക് അതിൽ പിന്നെ ലൊക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു, പോയി തകർത്തു, അതിട്ട് കടലിൽ തിന്നാട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത് മൊസാദിനെ ഇവർ ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. അവർക്ക് അവിടെ മുന്നോട്ട് പോകണം, ജനങ്ങളുടെ അഭിവൃദ്ധിയാണ്, രാജ്യത്തിൻ്റെ വളർച്ചയാണ് ലക്ഷ്യം. അല്ലാതെ ഇവരെ മാറി കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ട് പടക്കം പൊട്ടിക്കാനും ഗോഷ്ഠി കളിക്കാനും കബഡി കളിക്കാനും മറ്റു രാജ്യങ്ങളുമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടാനും ഗൾഫ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഇവരെ കൂടെ നിൽക്കാൻ കുറച്ചെങ്കിലും മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നത് ഖത്തറാണ്. ഈജിപ്തിൽ മറ്റേ ഇയാളുണ്ടല്ലോ മരിച്ചുപോയ മുർസി വന്നപ്പോൾ, മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയിട്ട് ഭൗതികമായി ഇവരെ അതേ പിന്നെ നമ്മളെ അബ്ദുള്ള സാഹിബൊക്കെ പ്രതിനിധീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെയാണ് അവിടെ കൊണ്ടുവരാൻ നോക്കിയത്. ജനം ഇളകിയില്ലേ? അവസാനം കൽത്തുറുങ്ങിൽ കിടന്നിട്ടില്ലേ മരിച്ചത് മുർസി? കുറച്ചു കാലം മരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈജിപ്തിലെ മുർസി ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾക്കകത്ത് അന്ന് ഖത്തർ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. ഖത്തർ ഇപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഖത്തറിന് ആഗ്രഹമുണ്ട്. കാരണം ഖത്തർ ഇത്തരം സംഘടനകൾക്കെല്ലാം ഫണ്ടിങ് നടക്കുന്നതാണ്. താലിബാൻ അഭയം കൊടുത്തത് ഖത്തറാണ്. ഇടക്കാലത്ത് അവിടെ പിന്നെ ഈ അട്ടിമറി വന്നപ്പോൾ താലിബാൻ ഭരണത്തിന് പുറത്തിരുന്നപ്പോൾ അഭയം കൊടുത്ത അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയായിരുന്നു. ഹമാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയുണ്ട്, ഹമാസിനും അവർക്ക് താവളൊരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ആർമി ബേസ് അവിടെയുണ്ട്. ഒരു ഫുൾ കോർ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അമേരിക്കയ്ക്കെതിരായിട്ടൊരു ആക്രമണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അമേരിക്ക തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്നാണ്. അവർക്ക് സൗദി അറേബ്യയിൽ പിന്നെ ആർമി ബേസ് ഉണ്ട്, UAE-യിൽ ആർമി ബേസ് ഉണ്ട്, ബഹ്റിനിൽ ആർമി ബേസ് ഉണ്ട്, ഖത്തറിൽ ആർമി ബേസ് ഉണ്ട്. അവിടെ നിന്ന് ഇറാനിലേക്ക് 800-നും 1200-നും ഇടയ്ക്ക് കിലോമീറ്റർ മാത്രമാണ് എയർ ഡിസ്റ്റൻസ് ഉള്ളത്. കംപ്ലീറ്റ് കയറി അടിക്കാൻ പറ്റും. അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, അവരുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം അവിടേക്ക് ഉപയോഗിക്കാൻ കഴിയും. തിരിച്ച് അവർക്ക് അമേരിക്കയിൽ പോയിട്ട് പ്രത്യാക്രമണം നടത്താൻ കഴിയില്ല സാങ്കേതികമായിട്ട്. കാരണം ഇറാൻ എവിടെ കിടക്കണോ അമേരിക്ക മറുകരയിലാണ് കിടക്കുന്നത് ഭൂമിൻ്റെ. അവിടെ വരെ പോകണം, മിസൈലൊന്നും ഒരിടത്തില്ല. അപ്പോൾ സുരക്ഷിത താവളത്തിലിരുന്ന ടാർഗറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ
ഖത്തർ പോലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മുർസിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഖത്തറിനെതിരെ ബഹ്റിനും സൗദി അറേബ്യയും UAEയും ഒക്കെ ചേർന്നിട്ട് ഈജിപ്തും ഒക്കെ ചേർന്നിട്ട് ഉപരോധം ഏർപ്പെടുത്തിയത്. അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് പോവില്ല. അപ്പോൾ ഒന്ന് നമ്മൾ പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ ചർച്ചയിലിരിക്കുന്നതിനാണ്. തർക്കിക്കാം, ഡിസഗ്രി ചെയ്യാം, നമ്മളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ അല്ലാതെ എടാപോട വിളികളിലേക്ക് പോകുന്നതിനടുത്തുള്ള വ്യക്തിപരമായ വിയോജിപ്പ് എല്ലാ പ്രിയപ്പെട്ട പാനലിലുള്ള സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം വിമർശനപരമായി തന്നെ പങ്കുവെക്കുകയാണ്. യെസ്, ഇറാൻ ഇസ്രയേൽ സംഘർഷം സർവനാശത്തിലേക്കുള്ള ചുവട് വെപ്പുകൾ ആവരുത്. അനുനയത്തിൻ്റെ വാതിലുകൾ തുറക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും